ഇന്നത്തെ വിഷയം നവതാഭക്തിയാണ്. അപ്പൊ നമ്മള് ഇത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതെന്താണെന്ന് നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കുന്നവരാണ്. ഈ നവതാഭക്തി പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ പലയിടത്തും പല രീതിയില് പല സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ആഹ് ഭാഗവതത്തിലേക്ക് വരുമ്പോ പ്രഹ്ലാദ സ്തുതിയില് അല്ലെങ്കിൽ ശുക്രാചാര്യനും ഹിരണ്യകശിപുവിന്റെ ആം, രാജസദസ്സിലും ഈ പ്രഹ്ലാദ സ്തുതിയിലും ഒക്കെ ഇത് നമ്മള് ഈ നവതാഭക്തിയെ കുറിച്ച് വിശദമായിട്ട് കാണുന്നത് അവിടെയൊക്കെയാണ്. അതുപോലെ തന്നെ ചില കഥകളിൽ കാണാം, ആം, വിവാഹാനന്തരം ശിവപാർവതിമാരുടെ സംവാദത്തില് പാർവതി ദേവിക്ക് ശിവൻ ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടും ചില സന്ദർഭങ്ങളിൽ കാണാം. എങ്കിലും കൂടുതൽ നമ്മൾ ഈ പ്രഹ്ലാദ സ്തുതിയായിട്ടാണ് പൊതുവെ ഈ നവതാഭക്തിയെ കുറിച്ച് കണ്ടുവരുന്നത്. അപ്പോ എന്താണ് നവതാഭക്തി എന്ന് വെച്ചാല്, നമുക്കറിയാം ഭക്തിയുടെ ഭിന്ന ഭാവങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പല രീതിയിൽ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ജപയജ്ഞമാണ് ഏറ്റവും വലിയ യജ്ഞങ്ങളിൽ ഏറ്റവും വലുത് ജപയജ്ഞമാണ്. ആ ജപയജ്ഞം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഏഹ് എന്താണ് ഏഹ് ഗുരുവായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നത് നമ്മളിവിടെ കാണുന്നു. ഇവിടെ പല സന്ദർഭങ്ങളിലും പല രീതിയിൽ ഈ ഗുരുഭക്തിയിലെ നവതാഭക്തിയെ കുറിച്ചിട്ടാണ് നമ്മുടെ വിഷയം കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്രകാരമാണ് നവതാഭക്തിയിലൂടെ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിലേക്ക് നമുക്ക് ലയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയം. അപ്പോ നമ്മൾ അതുകൊണ്ട് തന്നെ പുരാണ കഥാപാത്രങ്ങളിലേക്ക് അധികം കടന്നു പോകുന്നില്ലെങ്കിലും, പരാമർശിക്കപ്പെട്ടു പോകുന്നതേ ഉള്ളൂ എങ്കിലും നമ്മള് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭക്തി പലർക്കും പല രീതിയിലാണ്. ചിലരെന്താണ് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും, ചിലര് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കും, ചിലർ യൂട്യൂബില് പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും, ചിലർ കൃതികൾ ഇങ്ങനെ മനോഹരമായിട്ട് ആലപിച്ചുകൊണ്ടേയിരിക്കും. മറ്റു ചിലരാകട്ടെ എന്താണ് ഗുരുവിന്റെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ട് ഓടി നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് എല്ലാം ഒരേ തലത്തിലല്ല, അല്ലെങ്കിൽ ഒരേ രീതിയിലല്ല. അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സത്വ രജോ തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തില് ഇത് വ്യത്യസ്തമായിട്ട് അനുഭവപ്പെടുന്നു എന്ന് മാത്രം. അപ്പൊ നമുക്ക് ഇപ്രകാരം ഭക്തിയിലേക്ക് കടക്കുമ്പോ, അല്ലെങ്കിൽ നവതാഭക്തിയിലേക്ക് കടക്കുമ്പോ നമുക്കറിയാം നമ്മൾ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത്, നമ്മൾ ഓരോരുത്തരും ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? ഒരു സുഖത്തെ തേടിയാണ് അല്ലെ? എല്ലാവരുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണ്? സുഖമാണ്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കർമ്മം ചെയ്യുന്നത്. അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ അവിടെ അവസാനം പറയുന്നുണ്ട്, അഘമണയാതമർന്നിടയണം. എന്ത് ചെയ്യണം? ജഗതിയിലെ ഇമ്മതമേകം അതിനെന്ത് ചെയ്യണം? അഘമണയാതെ അകതാരമർന്നിടയണം. ഈ അകതാരിനെ അമർത്താൻ കഴിയണം, അഘമണയാതെ അല്ലെ? പാപങ്ങൾ ഉണ്ടാകാതെ, പ്രാരബ്ധങ്ങളില്ലാതെ നമ്മുടെ മനസ്സിനെ അവിടെ സമർപ്പിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് ഈ പരമമായ സുഖം കിട്ടുന്നത്. അല്ലാത്ത സമയത്തൊക്കെ കേവലമായി പലതരത്തിലുള്ള സുഖങ്ങളും ഇങ്ങനെ വന്ന് മിന്നി മാഞ്ഞ് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പല സുഖങ്ങളും നമ്മൾ വിചാരിക്കുന്നത് ഇത് കിട്ടുമ്പോഴായിരിക്കും നമുക്ക് സുഖം, ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് സുഖം. നമ്മൾ പ്രാർത്ഥനയിൽ പോലും വളരെ സുഖമായിട്ട് ചിലപ്പോ നമ്മൾ ഇതിനെ ഓരോരുത്തർ ചൊല്ലുന്ന കേട്ട് രസിച്ചിട്ട് ഇരിക്കുമ്പോൾ അത് തീർന്നു പോയി കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിനകത്തുനിന്ന് വിമുക്തമാകാം. ചിലപ്പോൾ കുറച്ചു നേരം കൂടി അത് നീണ്ടു നിന്നേക്കാം അല്ലെ? അപ്പൊ ആ സുഖം എന്ന് പറയുന്നതിനെ നീട്ടിക്കൊണ്ട് പോണെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും, എന്നാൽ ചില സമയത്ത് അത് മുറിഞ്ഞു പോകുന്നതുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാ പ്രയത്നിക്കുന്നത്? ഈ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഈ തരത്തിലാകണമെന്നില്ല, പലതരത്തിലുള്ള സുഖത്തെ തേടിയാണ് മനുഷ്യന്റെ യാത്ര എന്നുള്ളതാണ്. ഇത് സത്യമാണ് എന്ന് തിരിച്ചറിയാതെ പലരും പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കൃപണത വിട്ട് കൃപാലുവാകുവാൻ അല്ലേ? നമ്മൾ എപ്പോഴും പറയും എപ്രകാരമാണ് നമുക്ക്
എന്താണ് ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കുക? ആരാണ് കൃപണൻ? എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി വിശാലമാക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ത്യാഗികളായിട്ടിരിക്കാൻ സാധിക്കുക? എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് കൃപാലുവിനാണ് കൂടുതൽ വിശാലത. ചിലപ്പോ ചിലരുടെയൊക്കെ ഭക്തി കാണുമ്പോൾ നമുക്കിവിടെ തന്നെ നമുക്കറിയാം, പലപ്പോഴും ഉള്ളതാണ്. ഏഹ് നമുക്ക് സാധ്യമല്ലാതിരുന്നിട്ട് കൂടി മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചിലരൊക്കെ വിളിക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. ദൈവമേ, അവരിത്രയും ആഗ്രഹിച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ മനസ്സാണ് നമ്മൾ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ മനസ്സ്. അപ്പൊ ഈ ചിന്തകളെ ഈശ്വരോന്മുഖമാക്കി മാറ്റുന്നതിലാണ് നമുക്ക് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു വാക്കുണ്ട്, അഘമണയാതിരിക്കണം. അഘം എന്ന് വെച്ചാൽ പാപം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് ഈ ഈശ്വര ഭക്തിയുടെ പ്രാധാന്യം. നമ്മളിപ്പം ഭക്തി ദർശനം പഠിച്ചവരാണ്. എന്താണ് ഭക്തി എന്ന് നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞു. നാരദ ഭക്തി സൂത്രത്തില് നമ്മൾ കാണുന്നുണ്ട് അല്ലെ? എന്താണ് ഈശ്വരനോടുള്ള അദമ്യമായ പ്രേമമാണ് ഭക്തി എന്ന് പറയും. അപ്പൊ പലതരത്തില് നമ്മൾ ഈ ഭക്തിയുടെ കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, ഇവിടെ സ്വാമി എപ്പോഴും പറയാറുണ്ടായിരുന്നു, നമ്മുടെ ആലപ്പുഴ അല്ലെങ്കിൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഗുരുവിലാസ ഷാപ്പുകൾ ഉണ്ടായിരുന്നു. തമാശയായിട്ട് പറയുന്നതാണ്, ഈ ഷാപ്പുകൾ നടത്തുമ്പോഴേ ഈ എന്താണ് അവിടെയൊക്കെ ഒരു കുപ്പി എന്താണ് കള്ളെടുത്തിട്ട് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് വെച്ച് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, അവര് തെറ്റായിട്ട് ചെയ്യുന്നതല്ല, മറിച്ച് അവരുടെ ഭക്തിയുടെ പൂർണ്ണതയിൽ അവർ ചെയ്യുന്നതാണ്. അതെടുത്ത് വെച്ചിട്ട് ഭഗവാനോട് ഭയങ്കര ഭക്തിയാണ്. ആ ഭക്തിയുടെ ഭാവത്തിൽ അവരതെടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഒരു എന്താണ് മാംസ വിൽപ്പനക്കാരൻ അത് എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ അല്ലെ? അവരത് എന്താണ് അവരറിഞ്ഞിട്ടല്ല, ഈ മദ്യവർജനം ഗുരു പറഞ്ഞിട്ടുള്ള ഗുരുവിന്റെ ദർശനമാണെന്നുള്ളതൊന്നും അറിഞ്ഞിട്ടല്ല, മറിച്ച് ഗുരുവിനോടുള്ള ഭക്തി കാണിക്കുന്നതാണ്. അപ്രകാരം പലതരത്തിലും നമ്മൾ കാണാറുണ്ട് അല്ലെ? അപ്പോ അതിനെയൊക്കെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദാനം, അല്ലെങ്കിൽ ഏറ്റവും വലിയ നേടൽ എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ജ്ഞാനത്തെ നേടുക, അറിവിലേക്ക് ഉണരുക, അറിയില്ലേ? അറിവിലേക്ക് ഉണരണം നമ്മള്. ആ അറിവിലേക്ക് ഉണരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഭിന്നമായിരിക്കുന്ന വഴികളാണ് ഈ പറയുന്ന നവവിധ ഭക്തിഭാവങ്ങൾ. അപ്പോ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് നവവിധ ഭക്തികൾ. ഒന്ന് നമുക്കറിയാം, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇത് 9 നവവിധ ഭക്തി എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എങ്കിൽ കൂടി ഒരിക്കൽ കൂടി കേൾക്കാം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. നമ്മള് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ഈ സത്സംഗം അല്ലെങ്കിൽ ഈ സ്വാത്വികമായ സാധന എന്ന് പറയുന്നത് ഒരു ശ്രവണത്തിനും ഉള്ള ഏറ്റവും വലിയ ഉപാധിയായിട്ടാണ് നമ്മൾ ഈ സാധനയെ കരുതുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ ഗുരുവിന്റെ നല്ല പ്രാർത്ഥനകളൊക്കെ ആലപിച്ചുകൊണ്ട് അതിൽ മനസ്സ് മുങ്ങിക്കൊണ്ട് ഭഗവാനുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങളെ കുറിച്ച് കേൾക്കുകയാണ്, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ കഥകള്, മഹിമകൾ, അതുപോലെ തന്നെ ഭഗവാന്റെ ആ അനുഗ്രഹത്തെ എപ്രകാരമാണ്, ജ്ഞാനാമൃതത്തെ എപ്രകാരമാണ് നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാനാവുക എന്നതൊക്കെ നമ്മൾ ഇവിടെ വിശദമായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ 1250 ദിവസങ്ങളായിട്ട് ഇത് തുടർച്ചയായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന, എല്ലാ ദിവസവും മുടക്കം കൂടാതെ കഴിഞ്ഞ നിരവധി പേര്, പുണ്യശാലികള് ഇപ്പോ ഇതിനകത്തുണ്ട്. അപ്പൊ നോക്കുക, ശ്രവണം ആണ് ഒന്നാമത്തെ ഭക്തിയുടെ ഒരു രൂപം. ഒന്നാമത്തെ എന്ന് നമുക്ക് ഒന്നിനെ എടുത്ത് ആദ്യം എന്നല്ല, മറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ഓർഡറിൽ പറയാണ്. ഒന്നാമത് ശ്രവണം, ശ്രവിക്കുക അല്ലെ? തച്ചിന്തനം
തത് അന്യോന്യം തദ്ഭാഷണം എന്ന് പറയും. അപ്പൊ ആദ്യമേ എന്താണ് ശ്രവിക്കുക, ഇങ്ങനെ കൂടുതൽ കേൾക്കുക. നമ്മള് ഗണപതിയൊക്കെ പറയില്ലേ, കുറച്ച് കാണുന്ന കൊച്ചു കണ്ണുകളും കൂടുതൽ കേൾക്കുന്ന വലിയ ചെവികളും, അല്ലെ? ഈ കേൾക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും എന്റെയൊക്കെ ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് ഞാൻ കാണാം. പലപ്പോഴും കേൾക്കുക എന്നതിനേക്കാൾ കൂടുതൽ പറയുക എന്നതിലാണ് നമ്മുടെയൊക്കെ ഇഷ്ടം, അല്ലെ? കേൾക്കുക, മറ്റുള്ളവരെ കേൾക്കുക എന്ന് പറയുന്നത് അവർക്ക് ചില വിഷമിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുള്ളത് കേൾക്കാൻ ഒരാൾ ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പൊ കേൾവിക്കാരാകുക എന്ന് പറയുന്നത് പ്രാരബ്ധമായിട്ടാണെങ്കിലും സംസാരത്തിലായാലും മറിച്ച് പഠനങ്ങളിലായിരിക്കണം, ആധ്യാത്മികമായിട്ടായാലും ഭൗതികമായിട്ടാണേലും ശ്രവണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഭൗതികമായിട്ടാകുമ്പോ അതിനകത്തൊരു കുഴപ്പമേ ഉള്ളൂ, നല്ലത് കേൾക്കണം എന്നുള്ളത് മാത്രം. അപ്പൊ ഇവിടെ നോക്കുക, നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവ ത്രിപാഠങ്ങളുടെ ദിവ്യമായിരിക്കുന്ന കഥാമൃതം, അവിടുത്തെ ആ മഹത്തായിരിക്കുന്ന ജീവചരിത്രം, അവിടുത്തെ ഭക്തന്മാരെ കുറിച്ച്, ഗുരുദേവ ഭക്തന്മാരെ കുറിച്ച്, സന്യാസ ഗൃഹസ്ഥ ശിഷ്യന്മാരെ കുറിച്ച്, അതുപോലെ തന്നെ അവിടുത്തെ കൃതികളെ കുറിച്ച്, അവിടുന്ന് സംസ്ഥാപനം ചെയ്ത ക്ഷേത്രങ്ങളെ കുറിച്ച്, അവിടുത്തെ വാണികളെ കുറിച്ച് ഒക്കെ നിരവധിയായ കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. നമ്മുടെ ഈ ജീവിതം അതിന് മതിയാവില്ല എന്നുള്ള തികഞ്ഞ ബോധ്യവും നമുക്കതിലുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ ക്ലാസ്സുകളും കേൾക്കുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമാകും എന്ന് വിചാരിക്കുന്നു. നമ്മളത് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നവരാണെന്ന് നമുക്ക് അറിയാം, അല്ലെ? ഈ 1200 ക്ലാസ്സുകൾ കഴിയുമ്പോഴും 1250 ക്ലാസ്സുകൾ കഴിയുമ്പോഴും നമുക്കത് കൂടുതൽ ബോധ്യപ്പെട്ടു. നമ്മൾ അറിഞ്ഞത് കടുകോളമേ ഉള്ളൂ, ഇനി അറിയാനുള്ളത് കടലോളമാണ് എന്നുള്ള ബോധ്യവും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യമൊക്കെ അറിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ ഇത്ര അറിഞ്ഞു കേട്ടോ, ആ ഉപ്പുവാവ് പറയുന്നത് പോലെ ഇത്രയും ആഴമുണ്ട് കേട്ടോ കടലിന് എന്ന് പറയുന്നത് പോലെ. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ഇത്രയും കൂടി ആഴമുണ്ട്, അല്ലെ? അങ്ങനെ ആഴമറിഞ്ഞ് ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് കടലോളം പരന്നു കിടക്കുകയാണ്, കടലോളം ആഴ്ന്നു കിടക്കുകയാണ്. ഇതിന്റെ ആഴം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതല്ല. അത് ഈ ജന്മം കൊണ്ട് ഭഗവാനെ ഇതൊക്കെ മനസ്സിലാകുമോ? ചിലരൊക്കെ ചില സമയത്തൊക്കെ ഇരുന്ന് ചില ഈ സാധാരണ ആയിട്ടുള്ള ചില അമ്മമാരൊക്കെ വന്നിരുന്ന് കൃതികൾ ഇങ്ങനെ ആലപിക്കുമ്പോ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോ അവരുടെ ഭക്തിയൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ അവരുടെ അറിവ് കാണുമ്പോ, എന്റെ ഭഗവാനെ ഇത്രയൊന്നും അറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ, ഞാൻ ഇതൊക്കെ എന്നാണ് അറിയുക എന്നൊരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടാവും. ഈ ചോദ്യം നമ്മളിൽ ഓരോരുത്തരുടെ ഉണ്ടാവും, അല്ലെ? അപ്പൊ കൂടുതൽ കൂടുതൽ ശ്രവിക്കുക. എത്രമാത്രം ശ്രവിച്ചാലും അപ്പോഴൊക്കെ നമുക്ക് സംശയം, ഈ ഗദ്യ പ്രാർത്ഥന എവിടെ വെച്ചാ രചിച്ചത്, അതെന്താ ഉണ്ടാകാത്ത കാര്യം? അപ്പൊ നമുക്ക് സംശയം, ഇത് കൂടുതൽ അറിയണം, അപ്പൊ ഓടിപ്പോകും, അല്ലെ? ദർശനമാലയിലേക്ക് പിന്നെ നമ്മള് അപ്പ വീണ്ടും 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 മഹാഗുരു സ്മൈൽ എന്നുള്ള യൂട്യൂബ് ചാനൽ പെട്ടെന്ന് എടുക്കും, അതിനകത്ത് കേട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്കറിയാം, ഗുരുപുഷ്പാഞ്ജലി തുടങ്ങിയപ്പോ അറിയാം, ഓരോ പോയിന്റ്സും കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കേൾക്കാൻ ശ്രമിക്കും, അല്ലെ? വീണ്ടും സ്വാമിയുടെ വീഡിയോ എടുത്ത് നോക്കണം എന്ന് തോന്നും. അപ്പൊ ഇപ്രകാരം നമുക്ക് നോക്കുമ്പോൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് മനനം ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? ഓടിപ്പോയി കേൾക്കേണ്ടി വരും. അപ്പൊ ഇപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ഭഗവാന്റെ കഥാമൃതം ഒരു സാഗരമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ആ ഭഗവാനെ ഇങ്ങനെ ആവോളം ആർത്തിയോടുകൂടി ഇങ്ങനെ കേൾക്കുക എന്ന് പറയുന്നത് എന്താണ്? ശ്രവണമാണ്. ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ട്, പരീക്ഷത്ത് മഹാരാജാവിന് എന്താണ് പറ്റിയത് എന്നൊക്കെ നമ്മള് ഇവിടെ മരണത്തിന് ശേഷം ഈ മരണ പ്രാർത്ഥനകളുണ്ടല്ലോ, ആ പ്രാർത്ഥനകളുടെ സമയത്ത് ഇവിടെ എന്താണ് പ്രാർത്ഥനകൾക്കൊപ്പം ഭാഗവതത്തിന്റെ 4 കീർത്തനങ്ങൾ ചൊല്ലും. അപ്പൊ അതിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാകും, അല്ലെ? അപ്പോഴേ താൻ പിഴച്ചെന്ന് തദ്ബാലകൻ തത്പുരം ബുക്കുപോൽ എന്നുള്ള വരികൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എങ്ങനെയാണ് താൻ പിഴച്ചെന്ന് ആ ബാലകന് തോന്നിയത്? ആർത്ത് ദാഹിച്ച് വലഞ്ഞു വരുമ്പോ എന്താണ്, ഒരു സന്യാസിയെ കാണുന്നു, അദ്ദേഹത്തിനോട് കുറച്ച് വെള്ളം ചോദിക്കുന്നു,
പക്ഷെ വെള്ളം ചോദിച്ചിട്ടും കേൾക്കാത്ത മട്ടിൽ ഇരിക്കുകയാണ് സന്യാസി എന്ന് വിചാരിച്ചിട്ട് ദേഷ്യപ്പെട്ട് അവിടെ കിടന്ന ഒരു ചത്ത പാമ്പിനെ എടുത്ത് ആ കഴുത്തിലേക്ക് അണിയിച്ചു കൊടുക്കുന്നു. അണിയിച്ചു കൊടുത്തപ്പോ ഏറ്റവും ക്രുദ്ധനായി അല്ലെ ചെയ്ത ഈ പ്രവൃത്തിയില് അതേ ക്രൗര്യത്തോടു കൂടി ഒരു ശാപം കൊടുക്കുകയാണ് മഹാമുനി ആർക്ക്? ഈ രാജാവിന്, പരീക്ഷിത്ത് മഹാരാജാവിന്. 7 ദിവസം കഴിയുമ്പോ തക്ഷകൻ കടിച്ചു മരിക്കും. അപ്പൊ ഈ ശാപത്തെ ലഭിച്ചപ്പോഴാണ് താൻ പിഴച്ചെന്ന് അവിടെ മനസ്സിലാകുന്നത്. അത്രയും നാൾ താൻ എന്താണ്, രാജാവാണ്, അധികാരത്തിലാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്ന, അല്ലെങ്കിൽ വിശക്കുന്നവന് ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കാത്ത എന്ത് സന്യാസമാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇത്ര അഹങ്കാരം എല്ലാം കാണിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഇപ്പൊ മനസ്സിലായി തനിക്ക് മുൻപിലേക്ക് എന്ത് വരാൻ പോകുന്നു. ആ നമ്മുടെയൊക്കെ യഥാർത്ഥമായ, നമുക്ക് ഏറ്റവും ഉറപ്പുള്ള ഒന്ന് എന്താണ്? മരണം മാത്രമാണ് അല്ലെ. നമുക്ക് വരും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ ആരാണ്? മരണം മാത്രമാണ്. ബാക്കിയൊക്കെ എന്ത് സംഭവിക്കും എന്നറിയില്ല. പക്ഷെ ഇതെന്തായാലും ഒരിക്കൽ സംഭവിക്കും എന്ന് ഉറപ്പുണ്ട് അല്ലെ. ആ മരണത്തെ അടുത്ത് കാണുമ്പോഴാണ് നമ്മൾക്ക് ഈ സംസാരത്തിന്റെ പ്രാരബ്ധങ്ങളിൽ നിന്ന് ഒഴിയണമെന്നും ഈ പ്രാരബ്ധങ്ങളിലൂടെയാണ് നാം ഇത്രയും നാൾ കടന്നു പോയതെന്നും ഇവിടെ ഒരു ശാശ്വതമായ സത്യമുണ്ടെന്നും ആ ശാശ്വത സത്യത്തെ നമ്മൾക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. നീർക്കുമിള പോലെ നിലയറ്റ ഈ ജീവിതത്തില് നീർക്കുമിള ഇതാ പൊട്ടാൻ പോവുകയാണെന്നൊരു ബോധ്യം വരുമ്പോഴാണ് സത്യത്തെ കുറിച്ച് ചിന്തിക്കുക. ചിലർക്ക് അത് വേറെ രീതിയിലായി പോകാം അല്ലെ. എങ്കിൽ കൂടിയും ആ സത്യത്തെ കുറിച്ച് ചിന്തിക്കാനായിരുന്നു അദ്ദേഹത്തിന് ആ സമയത്ത് എന്തായാലും തോന്നിയത്. അദ്ദേഹത്തിന് അതിനുള്ള കൃപ ഈശ്വരനിൽ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 7 ദിവസം ഭഗവത് കഥകള് അത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ആ ഭാഗ്യത്തിന്റെ ഇതില് 7-ാം ദിവസം തക്ഷകൻ കടിച്ചുവെങ്കിലും ഈശ്വരനിലേക്ക് ചേരാൻ സാധിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ കേൾവി, അദ്ദേഹത്തിന്റെ കേൾക്കാനുള്ള ഭാഗ്യം, അദ്ദേഹത്തിന് ശ്രവിക്കാനുള്ള, ഭഗവത് കഥകളിൽ സ്വന്തം ജീവിതത്തെ മുഴുകിക്കാനുള്ള ഒരു ഭാഗ്യം ഈശ്വരൻ തന്നെ കൊടുക്കുകയുണ്ടായിരുന്നു. ആ ശ്രവണത്തിന്റെ ഇതായിട്ടാണ് അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ സാധിച്ചത്. അപ്പൊ യഥാർത്ഥത്തിലുള്ളതിനെ അറിയാതെ മായ ഇങ്ങനെ നമ്മളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ. കാലാതിയായ മൃദു നൂലാല നെയ്യും ഒരു ലീലാപടം ഭവതി മേലാകെ മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ആരും ഉള്ളത് അറിവീല അല്ലെ, ഉള്ളതിനെ അറിയുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മൾ കാണുന്നതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്നു, കേൾക്കുന്നതൊക്കെ സത്യമെന്ന് വിചാരിക്കുന്നു. പക്ഷെ കാണുന്നതും കേൾക്കുന്നതും ഒന്നും സത്യമല്ല എന്ന് നമ്മൾ പല കാര്യത്തിലും ശാസ്ത്രത്തെ ഒക്കെ അറിഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കാണുന്നതൊന്നും സത്യമല്ല, നിത്യമല്ല, സത്യമല്ല. പലതും ഞാൻ എന്റെ ചെവിക്ക് കേട്ടതാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണും നമ്മളെ പറ്റിക്കാറുണ്ട്, കാതും നമ്മളെ പറ്റിക്കാറുണ്ട്. അപ്പൊ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും ഒക്കെ സത്യമല്ല എന്ന് ചില സമയത്ത് തിരിച്ചറിയുമ്പോൾ ആ സത്യവസ്തുവിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റുമ്പോ ആ സത്യമായതിനെ കുറിച്ച് കേൾക്കുവാൻ എന്റെ കാതുകൾക്ക് ശക്തി നൽകണേ. നമ്മള് എന്താണ് കുഞ്ഞുങ്ങളെ ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമ അക്ഷിപുരജത്രാഹ എന്നൊക്കെ നമ്മൾ ശാന്തിമന്ത്രങ്ങള് നമ്മുടെ കുട്ടികളിരുന്ന് ചൊല്ലാറുണ്ട് അല്ലെ. വ്യാഴാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥന എന്താണ് ഹോമത്തിന് ശേഷവും അതുപോലെ ചൊവ്വാഴ്ച ദിവസം ഒരു പഠിക്കുമ്പോഴും ഒക്കെ ഇതിങ്ങനെ നിരന്തരം അവർ ചൊല്ലുന്നതും പറയുന്നതും ഒക്കെ എന്തിനാണ്? ഈ സത്യമായതിനെ കുറിച്ച്, ഭദ്രമായതിനെ അറിയുവാനും ഭദ്രമായതിനെ കേൾക്കുവാനും വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ശ്രവിക്കണം. ഭഗവാന്റെ ഈ കഥാമൃതത്തെ ശ്രവിക്കുക വഴി നമ്മൾ ഭക്തിയുടെ ഒരു രൂപത്തിലൂടെ ഭഗവാനിലേക്ക് ചേരുകയാണ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സമയം ഇല്ലാത്തത് കൊണ്ട് മാത്രം അടുത്ത ഇതിലേക്ക് പോവാണ്. കീർത്തനം, രണ്ടാമത്തത് കീർത്തനം. അത് നമ്മളിവിടെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ നാമങ്ങളും ഗുണങ്ങളും അതുപോലെ തന്നെ ഒക്കെ ചൊല്ലിക്കൊണ്ട് തന്നെ ഒപ്പം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാല് സ്വാമി തൃപാദങ്ങൾ തന്നെ അവിടുത്തെ സാനുഭവങ്ങളെയും അതുപോലെ ഈ സത്യവസ്തുവിനെയും സത്യത്തെയും അവിടുന്ന് തന്നെ ആരാണെന്നുള്ളതും ഒക്കെ നമുക്ക് അവിടുത്തെ കൃതികളിലൂടെ നൽകിയിരിക്കുന്നു. ഭഗവാൻ തന്നെ അവിടുന്ന് രചിച്ചു തന്നിരിക്കുന്നു. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എന്താ
ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി. എന്താന്ന് എല്ലാവർക്കും അറിയാലോ ബാക്കിയൊക്കെ. ഗുരുവായൂരപ്പനെ കാണണമെന്ന് എഴുതിയത് ആരാണെന്ന് അറിയാമോ? ആരാണ് ഈ ഒരു വരികൾ എഴുതിയതെന്ന് അറിയാമോ? അല്ലെങ്കിൽ ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളുന്ന ഏറ്റുമാനൂരപ്പനെ കുറിച്ച് പാടിയത് ആരാണെന്ന് അറിയാമോ? സെബസ്ത്യാനോസിനെയും പാടിയിട്ടുണ്ട്. സെബസ്ത്യാനോസ് എന്താ ഇങ്ങനെ നമ്മൾ റാസയൊക്കെ പോകുമ്പോ കാണത്തില്ലേ, ആ പാട്ട് എഴുതിയതും ഒരേ ആള് തന്നെയാണ്. മലയാളം കണ്ട പ്രഗത്ഭനായ ഗാനരചയിതാവ് വയലാർ രാമവർമ്മയാണ് ആ വരികൾ. വയലാറാണ് അത് രചിച്ചിരിക്കുന്നത്. ഈ കൃതികളെല്ലാം ഇതെല്ലാം എഴുതിയത് വയലാറാണ്. പക്ഷെ വയലാറ് ആരായിരുന്നു? നല്ലൊരു യുക്തിവാദിയാണ് അല്ലെ. ഒരു എന്താണ് ഇതിൽ ഈശ്വരന് ഇല്ല, നിരീശ്വരവാദിയായിരിക്കുന്ന ഒരാളാണ് ഇതൊക്കെ എഴുതിയത്. അദ്ദേഹത്തിന്റെ ഉള്ളിലെ പാണ്ഡിത്യവും അതുപോലെ തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വേണ്ടി രചിച്ച ഒരു കൃതിയായി ഒരു കവിതയായിട്ടാണ് ചെത്തിമന്ദാരം ഒക്കെ വന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീടാണ് അത് എന്താണ് പ്രസിദ്ധമാകുന്നത്. അപ്പൊ ഇപ്രകാരം എഴുതിയ ആ വരികള് നമ്മുടെ ഒക്കെ ഉള്ളിൽ ഭയങ്കര സന്തോഷത്തോടെ എല്ലാരും ചൊല്ലുന്നുണ്ട് എങ്കില് ആ ഒരു നിരീശ്വരവാദിയിൽ നിന്ന് പുറപ്പെട്ട ആ വരികളാണോ, അതോ ഈ സത്യത്തെ അറിഞ്ഞ ഗുരുവിന്റെ ആ മഹത് വാണികളാണോ നമുക്ക് കൂടുതൽ നമ്മളെ സത്യത്തിലേക്ക് വിജയത്തിലേക്ക് അടുപ്പിക്കുക എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരു ആ അറിവ്, കേവലം അറിവ് വെച്ചിട്ട് മാത്രം, ഭാഷയിലുള്ള വൈദഗ്ധ്യം വെച്ചിട്ട് അദ്ദേഹത്തെ ഒരിക്കലും കുറച്ചാണ് പറയല്ല കേട്ടോ. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താ ഭാഷാ സ്വാധീനവും അതുപോലെ നല്ല അറിവുണ്ടായിരുന്നു. അദ്ദേഹം നല്ല അറിവുള്ള ഒരാളാണ്. ആ അറിവുള്ള അദ്ദേഹം എന്താണ് ആ അനുഭവജ്ഞാനത്തിന്റെ തലത്തിൽ നിന്നിട്ടല്ല അത് എഴുതിയിരിക്കുന്നത്. എന്നാൽ അനുഭവത്തിന്റെ പുറത്ത് നിന്നിട്ട്, അല്ലെങ്കിൽ ആ അനുഭവിച്ച് അതായി തീർന്ന് അത് തന്നെയാണ് ആ എന്താണ് അവതാരം കൊണ്ട് തന്നെ അതായി നിൽക്കുന്ന ഗുരു നൽകിയിരിക്കുന്ന വാക്കുകളാണോ നമ്മളെ ഏറ്റവും കൂടുതൽ സത്യത്തിലേക്ക് അടുപ്പിക്കുക, അല്ലെങ്കിൽ ആ ഗുരുവിലേക്ക് ചേർത്ത് നിർത്തുക, ഈ നമ്മുടെ ഉള്ളിലേക്ക് ആ എന്താണ് സത്യത്തിന്റെ തിരുവെളിച്ചത്തെ, ആ നുറുങ്ങുവെട്ടത്തെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുവാൻ സഹായിക്കുക എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പൊ ഇവിടെ ഭഗവാൻ അവിടുത്തെ തൃക്കരങ്ങൾ കൊണ്ട്, അവിടുത്തെ ആ തിരുവുള്ളം കനിഞ്ഞു വന്ന ആ ദിവ്യമായ അമൃതമായ വാണികളെ നമുക്ക് ചേർത്ത് വെച്ച് നൽകിയിരിക്കുന്നതാണ് ഗുരുദേവ കൃതികൾ. ഓരോ കൃതി പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും, അയ്യോ അതാണോ, നമ്മൾ ഒരിടത്ത് എത്തിയെന്ന് നമ്മൾ ചിന്തിക്കും. ചില സമയത്തും ഒരു കൃതി പഠിച്ചു വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഞാൻ ആ സത്യത്തെ അറിഞ്ഞു തുടങ്ങി, ഇതാണ് സത്യം. അടുത്ത വരിയിൽ നമ്മളെ കൊണ്ട് നേരെ തലകുത്തി മറിച്ചിടും. ഓ ഇതെല്ലാം പോയി, നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചതൊക്കെ നമ്മുടെ എന്താണ് പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഇവര് അടുത്ത വരിയിലോട്ട് കൊണ്ടുപോകും. അപ്പൊ നമ്മള് തലകുത്തി വീഴും അല്ലേ. അത് കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും, ഓ ഒന്നും ആയിട്ടില്ല, അടുത്ത് ഇനിയും പഠിക്കാനുണ്ടെന്ന് വിചാരിക്കും. അവിടെ പഠിക്കുമ്പോ നമ്മളിപ്പൊ കണ്ട കൺസെപ്റ്റ് ഒക്കെ മാറ്റിമറിക്കേണ്ടി വരും. ഇങ്ങനെ നമ്മളെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മനനം ചെയ്ത് നമ്മളെ ഇങ്ങനെ മെരുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ വിചാരിക്കും ഏറ്റവും നിസ്സാരമെന്ന് വിചാരിക്കുന്ന ഈ കൃതി ഇങ്ങനെയാണ് എന്ന് വിചാരിച്ച് അടുത്തോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാകും ഈ കൃതി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അല്ലെ. ഇത്രയും നാള് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ അങ്ങനെയേ അല്ല. അപ്പൊ അടുത്തയാള് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ വിചാരിക്കും, അയ്യോ ഇത് ഇങ്ങനെയുണ്ടല്ലേ, ശരിയാണല്ലോ, ഇത് ഇപ്രകാരം പറയാലോ. അപ്പോഴാണ് അടുത്തയാള് ദൈവദശകത്തിന്റെ ഒരു ഇവിടെ കുറിച്യ ആശ്രമത്തിലാണ് ദൈവദശകം തന്നെ എല്ലാ ദിവസവും വിചാരം. അപ്പോ നമ്മൾ വിചാരിക്കും ദൈവദശകം, ഓരോരുത്തർ ഈ ദൈവദശകം എന്നും കേൾക്കണം എന്തിനാ, എല്ലാ ദിവസവും അത് തന്നെ വിചാരം ചെയ്യണം എന്തിനാന്നൊക്കെ കുറെ പേര് വെച്ചു. നോക്കൂ എത്ര പേര് നമ്മളുടെ ഇപ്പൊ നമ്മൾ പറയാണ് ആ ഇന്ദിരാമ ദൈവദശകത്തെ കുറിച്ച് പറയാൻ പറയുമ്പോൾ ദൈവദശകത്തെ കുറിച്ച് ഇന്ദിരാമ പറയുന്നതായിരിക്കല്ലേ സരളാമ്മ പറയുന്നത്, സരളാമ്മ പറയുന്നതായിരിക്കല്ല പൊന്നമ്മാമ പറയുന്നത് അല്ലെ, പൊന്നമ്മാമ പറയുന്നതായിരിക്കില്ല അൻവിതമോള് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഈ ദൈവദശകത്തെ കുറിച്ച് എന്താണ് ഒരാള് പറഞ്ഞത് നമുക്കറിയാലോ. നമ്മൾ എപ്പോഴും പറയും ഇനി ഞങ്ങൾ പുസ്തകം വായിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഇത് കേൾക്കാറുണ്ട്. പക്ഷെ നമ്മളൊന്ന് നോക്കിക്കോളൂ, ഒരാള് ഒരുപോലെയല്ല ഒരു കൃതിയെ കുറിച്ചും പറയുന്നത്. കാരണം നമ്മളൊക്കെ എന്താണ് വളരെ നിസ്സാരമായ അപൂർണരായ ജീവികളാണ്. നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഗുരുവിനെ അങ്ങനെ എന്താണ് ഒരു
മരക്കച്ചവടക്കാരൻ അല്ല ഒരു അരിക്കച്ചവടക്കാരന്റെ കയ്യിൽ ഒരു രത്നം കിട്ടി. അത് കണ്ടപ്പോ അയാൾ വിചാരിച്ചു ഈ അരി തൂക്കാനുള്ള ഒരു കട്ടിയായിട്ട് എടുക്കാലോ എന്ന്, അല്ലെ? അതേ സാധനം തന്നെ അടുത്തയാളുടെ കയ്യിൽ കിട്ടുമ്പോൾ അയാൾ വിചാരിക്കും ഇത് വേണമെങ്കിൽ സ്വർണ്ണാഭരണത്തിലൊക്കെ പിടിച്ച് വെക്കാലോ, ഈ വെള്ളി ആഭരണങ്ങളൊക്കെ വെക്കുമ്പോൾ ഭംഗിക്ക് ഇത് വെക്കാലോ ഈ കല്ല്. അതേസമയം അതിനൊരു വജ്ര വ്യാപാരിയുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് ഇത് ഏറ്റവും അമൂല്യമായ വജ്രമാണെന്ന് അറിയുക, അല്ലെ? അപ്പൊ ഓരോരുത്തരും ഓരോന്നിനെയും സ്വീകരിക്കുന്നത് അവരവരുടെ തലത്തിൽ നിന്നിട്ടാണ്. അപ്പൊ നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ വ്യാഖ്യാനം ചെയ്യുക. ഇപ്പൊ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെ ഇരിക്കുന്ന മറ്റാരെങ്കിലും സംസാരിക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കില്ല. കാരണം അവരുടെ അത്രയും ബുദ്ധിയിൽ ഉണർന്നു നിന്നായിട്ടായിരിക്കും അവർ ഓരോരുത്തരെ സംസാരിക്കുക, നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കുക. ഇത് എന്റെ കുഞ്ഞു ബുദ്ധിയിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ സാധിക്കുക, അല്ലെ? അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തെളിച്ചത്തോടു കൂടി ഇരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരിക്കലും ഇത് നമ്മൾ കേട്ടതാണെന്നോ നമ്മൾ പഠിച്ചതാണെന്നോ വിചാരിക്കേ ചെയ്യേണ്ട. നമ്മുടെ ഒരു കാരണവശാലും നമ്മുടെ പഠനങ്ങളൊന്നും അവിടെ പൂർണ്ണമേ അല്ല. നമ്മൾ ഇനിയും ആവേശത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി, ആർത്തിയോടുകൂടി ഇത് ഓരോന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ അതുകൊണ്ടാണ് ചില കൃതികളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്, അല്ലെ? അപ്പൊ ഇതൊക്കെ എടുത്തതാണെന്നൊന്നും നമ്മൾ വിചാരിക്കേ വേണ്ട. കാരണം ഇപ്പം ഈശാവാസ്യ ഉപനിഷത്ത് റിതറാൻ ടീച്ചർ പറയുന്നത് പോലെ ആയിരിക്കില്ല സ്വാമി പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കല. എന്താണ്, നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് ചിന്തിച്ചു വന്നപ്പോ സ്വാമി അതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് പറയുന്നുണ്ട്, അല്ലെ? ഓരോ കാര്യങ്ങളും. അപ്പൊ നമുക്ക് മനസ്സിലാകും നമ്മൾ ഒന്നും ആയിട്ടില്ല. അത് പൂർണ്ണനായിരിക്കുന്ന ഭഗവാനെ കുറിച്ച് അപൂർണരായിരിക്കുന്ന നമുക്ക് വളരെ ചെറുതായിട്ടേ സംസാരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഓരോ കൃതി പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടാകണം. അപ്പൊ എത്രമാത്രം നമുക്ക് അതിനെയൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ചിന്തിക്കാനും അത് എത്രമാത്രം കേൾക്കാനും പാടാനും കഴിയുന്നു. നമുക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചൊല്ലാതിരിക്കേ വരണ്ട, അല്ലെ? നമ്മുടെ നാവിന് അത്രയും ശുദ്ധി വരട്ടെ, നമ്മുടെ മനസ്സിന് അത്രയും ശുദ്ധി കൂടട്ടെ. അപ്പൊ നമ്മൾ ആരും ശുദ്ധി ഇല്ലാത്തവരാണെന്ന് ഞാൻ പറയുകയല്ല, മറിച്ച് നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. നമ്മുടെ ചിന്തകൾ എത്ര പെട്ടെന്ന് മാറി മറിയാറുള്ളതെന്ന് നമുക്കറിയാലോ. നമ്മൾ എത്രമാത്രം ഇതോടുകൂടി ഇരിക്കുമ്പോഴും ഇപ്പൊ ഹോമ മന്ത്ര യജ്ഞങ്ങൾ നടന്നപ്പോ നമ്മളിങ്ങനെ ഓടുമായിരുന്നു ഹോമത്തിന് പുറകെ. ഒരു ഹോമം കഴിയുന്നു അടുത്ത, നമുക്ക് ചിന്തിക്കാൻ വേറെ ഒരു കാര്യമില്ല. ഹോമം 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 ഹോമമന്ത്രം മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ളൂ. ആ അവസ്ഥയല്ലല്ലോ നമ്മളിപ്പോ വീട്ടിലിരിക്കുമ്പോ, അല്ലെ? അപ്പൊ ഒന്ന് ഓർത്തു നോക്കണം, നമുക്ക് ഇപ്രകാരം ഭഗവാന്റെ കാര്യങ്ങൾ. അപ്പൊ ചിലർ ചോദിക്കും നിനക്കിപ്പോ എപ്പോഴും ഇതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാനുള്ളോ, വേറെ കാര്യങ്ങളൊന്നും? അത് അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്, അല്ലെ? കാരണം നമുക്ക് കിട്ടാവുന്ന അവസരം മുഴുവനും നമ്മള് ഭഗവാനെ കുറിച്ച് കീർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ബോധാനന്ദ സ്വാമികളൊക്കെ എഴുതുന്ന ഈശ്വര പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ നമുക്ക് തന്നെ അറിയില്ലേ നമ്മൾ എത്രമാത്രമാണ് പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാളും മേൽക്കരുത് ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരി ജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സ് ജഗൽ സ്വരൂപ എന്ന് ബോധാനന്ദ സ്വാമികൾ പാടിയിട്ടുണ്ടെങ്കിൽ അത് ആ ഗുരുവിന്റെ തിരുസന്നിധിയിൽ നിൽക്കാനും ഇരിക്കാനും കേൾക്കാനും ഗുരുവിനെ ആ പാദസേവനം ചെയ്യാനും ഒക്കെ കിട്ടിയിരിക്കുന്ന ആ ഒരു അനുഗ്രഹത്തിന്റെ ശക്തി വിശേഷമാണ് ആ വരികളിൽ ഓരോന്നിലും തെളിയുന്നത്, അല്ലെ? ആദ്യം എന്തായിരിക്കണം, എനിക്ക് ഭഗവാന്റെ പാദസേവനമാകണം എന്റെ പ്രഥമ കൃത്യം. എന്റെ ജീവിതത്തിന്റെ പ്രഥമ കൃത്യം ഭഗവത് സേവനമാകണേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ മനസ്സിൽ അറിയാതെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ആ പ്രാർത്ഥനകൾ കിട്ടണമെങ്കിൽ അതിന് ഗുരുവിന്റെ ഒരു അനുഗ്രഹം കിട്ടണം. ആ വരികളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന് നിറയണമെങ്കിൽ. അപ്പൊ അപ്രകാരം കീർത്തനങ്ങളിലൂടെ ജീവിതം തന്നെ ഒരു കീർത്തനം എന്ന് വെച്ചാൽ എപ്പോഴും പാടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ മാറ്റി വെക്കണം എന്നല്ല, മറിച്ച് നമ്മുടെ കർമ്മങ്ങളെയൊക്കെ ഇപ്രകാരം നമുക്ക് ആ സമയത്തും കേൾക്കാൻ സാധിക്കുമെങ്കിൽ അത് കേൾക്കുക, സ്മരിക്കാൻ സാധിക്കുമെങ്കിൽ അത് സ്മരിക്കുക. അതിന് നമുക്ക് അവസരം ഉണ്ടാക്കിയെടുക്കണം. അത് ഉണ്ടാകണമെങ്കിൽ ഭഗവാന്റെ കൃപ വരണം, അല്ലെ? ഇനി അടുത്തതാണ് സ്മരണം. ഭഗവാനെ സദാ മനസ്സിൽ ഓർമ്മിക്കുക, ധ്യാനിക്കുക, ഇങ്ങനെ ചിന്തിക്കുക. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു ഉണ്ണി നാണു നമ്മുടെ മനസ്സിലില്ലേ? ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് വരും, അല്ലെ? ആ പീലിയും മയിൽപീലിയും ഓടക്കുഴലും അരമണിയും കിങ്ങിണിയും എന്താണ് ആ ചിലമ്പും ഒക്കെ ഇട്ടിട്ടുള്ള കൃഷ്ണന്റെ രൂപം മനസ്സിൽ വരും. നമ്മുടെ എത്ര പേരുടെ മനസ്സിൽ ഒരു ഉണ്ണിനാണ് മനസ്സിൽ വരാറുണ്ട്? മയിൽപീലി ഇല്ലാത്തത് കൊണ്ടാണോ?
ഓടക്കുഴലില്ലാത്തത് കൊണ്ടാണോ വരാത്തത്? അല്ലെ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ആ ഉണ്ണികൃഷ്ണൻ ഉണ്ണിനാണുവിന്റെ രൂപം ഓഫാക്കണേ, നമ്മൾ ഓഫാക്കണേ, കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും ടീച്ചറെ. ഒന്ന് ഓഫാക്കണേ. നമ്മൾ കൃഷ്ണനെ കണ്ടിട്ടാണോ കൃഷ്ണന്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വന്നത്? കൃഷ്ണൻ എവിടെ വെച്ചിട്ടാണ് കണ്ടത് നമ്മള്? അല്ലെ? അതിങ്ങനെ നിരന്തരം പ്രചരിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ പ്രചരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാ. ഇത് പ്രചരിപ്പിക്കേണ്ടത് ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ചേട്ടന്മാര് മെഡിക്കൽ കോളേജിലേക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ചേട്ടന്മാർ എത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ശബ്ദമാണ്. അപ്പം എന്താണ്, നമ്മൾ നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിക്കാനും കേൾക്കാനും ഒന്ന് ഓർത്ത് നോക്കിക്കേ. എത്രയെത്ര ലീലകളാണ് ആ കൊച്ചു നാണു ഇവിടെ അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ ഇവിടെ ലീലകൾ ആടിയത്. നമ്മളിപ്പോ ആദ്യം പറഞ്ഞതുപോലെ ആവല് വാരി തിന്നുന്നതും അല്ലെ, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ദർശനവും എന്താണ് പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോ എന്താണ് നമ്മുടെ ഇവിടെ ഇരുന്നു കൊണ്ട് പല പുൽമേടുകളിലും ഇരുന്നു കൊണ്ട് ഈ ഇതൊക്കെ വായിക്കുകയും മനനം ചെയ്യും ഒക്കെ ചെയ്യുന്ന ആ കൊച്ചു നാണു, അമ്മാവന് കത്ത് വരുമ്പോ എഴുത്തു വരുമ്പോ അത് അമ്മാവന് പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള സംസ്കൃതമായപ്പോ എന്താണ് വായിച്ചു നോക്കിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന കൊച്ചു നാണു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ആ ചെമ്മുക്കി മാവിനെ അമ്മയെന്ന് വിളിക്കാൻ കൂട്ടുകാരെ പഠിപ്പിക്കുന്ന ആ കൊച്ചു നാണു. എല്ലാവരും ഭ്രാന്തനെന്ന് പറയുമ്പോ ആ കല്ലെറിഞ്ഞ ആ ഒരു സന്യാസിയെ അവരിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് അവിടെ അവരെ വിലക്കിക്കൊണ്ട് നിൽക്കുന്ന കൊച്ചു നാണു. ആ സന്യാസി എടുത്ത് കയ്യിൽ പിടിച്ച് തോളത്തെടുത്തുകൊണ്ട് പോകുന്ന ആ കൊച്ചു നാണു. ആ കൊച്ച് നാണുവിന്റെ ചിന്തയിൽ നിന്നല്ലേ ഒരു മണിക്കിണർ ഉറവ പൊട്ടി ഒഴുകിയത്. ചെമ്പഴന്തി എന്ന് പറയുന്ന ഗ്രാമം മുഴുവൻ വരൾച്ചയിലേക്ക് പോയപ്പം ലതാദികളും പക്ഷി മൃഗാദികളും ഒക്കെ മരിച്ചു വീഴുന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പോ മനുഷ്യരൊക്കെ ദൂരെ പോയി വെള്ളത്തിന് വേണ്ടിയിട്ട് കേഴുന്ന ഒരവസ്ഥ ഉണ്ടായപ്പം ആ ചെമ്പിഴന്തിയിലെ വയൽവാരം വീടിന് കുറച്ച് മാറിയിട്ട് സ്വന്തം ആ കുഞ്ഞി കൈകൾ കൊണ്ട് കൊച്ചു നാണു കുഴിച്ചെടുത്ത ആ കൊച്ചു മണിക്കിണത്തിൽ നിന്ന് ചെമ്പഴന്തിവാസികൾക്ക് മുഴുവനും വെള്ളം കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ കൊച്ചു നാണുവിന്റെ അത്ഭുതങ്ങൾ എത്രമാത്രമായിരുന്നു നമ്മളൊന്ന് ചിന്തിക്കണം. ആ ഉണ്ണി നാണുവിനെ നമ്മൾക്ക് പരിചിതമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഉണ്ണികൃഷ്ണനെ കാണുന്നത് പോലെ ഉണ്ണി നാണുവിനെയും നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ നിറയ്ക്കേണ്ടതല്ലേ? ആ ഉണ്ണിനാണുവിന്റെ കഥാമൃതത്തിലേക്ക് ഇപ്പൊ നമ്മൾ കേട്ടത് പോരാ, നമ്മൾ വീണ്ടും വീണ്ടും കേട്ട് ചിന്തിക്കണം എന്ന് നമുക്ക് തോന്നുന്നില്ലേ? അത് ചിന്തിക്കാത്തത് കൊണ്ടല്ലേ നമുക്ക് ഉണ്ണിനാണുവിനെ കാണാൻ പറ്റാത്തത്? ആ ഉണ്ണികൃഷ്ണനെ കണ്ടതുപോലെ തന്നെ ഉണ്ണിനാണുവിന്റെ ലീലാവിലാസങ്ങളും അതിഭംഗിയായിട്ട് നമ്മൾ ഇങ്ങനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ അമ്മാവന്, മൂത്ത അമ്മാവന്റെ വീട്ടില് പ്രത്യേകം വൈദ്യന്റെ വീട്ടില് പലരും പലരും ചികിത്സ തേടി വരും. അപ്പൊ അവിടെ എല്ലാവർക്കും കഞ്ഞിയൊക്കെ കൊടുക്കും. അപ്പൊ ഇടയ്ക്ക് അമ്മാവന്റെ വീട് സന്ദർശിക്കും ഉണ്ണിനാണ്. ഉണ്ണിനാണ് ഒരിക്കൽ ചെല്ലുമ്പോ എപ്പോഴും ചെല്ലുമ്പോഴും അമ്മാവന് വളരെ സ്നേഹമാണ്. അതുകൊണ്ട് അമ്മാവന് പ്രത്യേകം കഞ്ഞിയാണ്. എല്ലാവർക്കും ഉള്ള കഞ്ഞിയല്ല അമ്മാവന്. അമ്മാവന് മാത്രം പ്രത്യേകം കഞ്ഞി കൊടുക്കും. ഈ അമ്മാവൻ കുടിക്കുന്ന കഞ്ഞി അമ്മാവൻ എപ്പോഴും കൊച്ചു നാണുവിന് കൂടി കൊടുക്കും. പക്ഷെ അമ്മാവന്റെ ആ പ്രത്യേക കഞ്ഞി ചില സമയത്തൊന്നും അവിടെ കാണില്ല. കാരണം അമ്മാവന് വേണ്ടി മാത്രല്ല, ഇപ്പൊ എപ്പോഴും ഒന്നും ചെല്ലുന്നില്ലോ. അപ്പൊ ചെല്ലാൻ നേരത്ത് അമ്മായിക്കൊരു തോന്നല്, എന്താ ഈ മക്കൾക്കൊന്നും കൊടുക്കാറില്ല, പക്ഷെ ഉണ്ണി നാണുവിന് ഇത് എപ്പോഴും കൊടുക്കും. അങ്ങനെ വന്നപ്പോ അമ്മായി ഒരു ദിവസം കഞ്ഞിപ്പാത്രം എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന കഞ്ഞി തന്നെ ഉണ്ണി നാണുവിന് കൊടുത്തു. അപ്പൊ പല പ്രാവശ്യം നമ്മൾ കാണാറുണ്ട് ആ സാധാരണ കഞ്ഞി കൊടുത്താലും ഉണ്ണിനാണുവിന്റെ പാത്രത്തില് അമ്മാവിനുള്ള സ്പെഷ്യൽ കഞ്ഞിയുടെ ബാക്കിയായിരിക്കും. അപ്പൊ ഒരു ദിവസം സംശയം തീർക്കാനായിട്ട് അമ്മായി ആ കഞ്ഞി എടുത്ത് മാറ്റി വെച്ചിട്ട് സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന കഞ്ഞി എടുത്ത് വിളമ്പി കൊടുത്തു. കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മായി നോക്കുമ്പോ കാണുന്നു വീണ്ടും ആ പാത്രത്തില് അമ്മാവന് കൊടുക്കുന്ന സ്പെഷ്യൽ കഞ്ഞിയാണ് ആ പാത്രത്തില്. അന്ന് അമ്മായിക്ക് മനസ്സിലായി ഇത് ചെറിയൊരാളല്ല. അപ്പൊ അവരുടെ കുടുംബത്തിൽ തന്നെ അതൊരു പരക്കെ സംസാരമായിരുന്നു. ഇത് നമ്മൾ കാണുന്ന ഒരാളല്ല, ചെറിയൊരു നാണു അല്ല, നമ്മൾ വിളിക്കുന്ന നാണു അല്ല, മറിച്ച് ഇതപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ദൈവികത ശക്തി തന്നെയാണ് ഉണ്ണി നാണുവിൽ ഉള്ളതെന്ന് അമ്മായിക്ക് അന്ന് മനസ്സിലായി എന്നാണ്. അപ്പൊ ഇപ്രകാരം
എത്രയെത്ര അത്ഭുതങ്ങൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഒരിക്കലും ഒരു അത്ഭുത പ്രക്രിയയെ സ്വജീവിതത്തിൽ കാണിക്കുവാനോ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള അത്ഭുതങ്ങളെ കാണിക്കുവാൻ ഗുരു ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ ആ ജീവിത കഥാമൃതത്തെ നുകരുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രയെത്ര കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കാനുള്ളത്. എത്ര വലിയ അത്ഭുതങ്ങളാണ് അവിടുത്തെ അവതാര ലീലകളിലൂടെ ഇവിടെ ആടിയതെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ അതൊക്കെ കൂടുതൽ കൂടുതൽ നമ്മൾ ചിന്തിക്കട്ടെ. ആ ഉണ്ണി നാണുവിനെ നമുക്ക് കൂടുതൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. ആ കൊച്ചു നാണുവിന്റെ ആ എന്താണ് ഭസ്മമൊക്കെ വാരി പൂശി ഒരു വെള്ള മുണ്ടുമൊക്കെ ഉടുത്ത് ഓടി നടക്കുന്ന ആ ഉണ്ണിനാണുവിന്റെ പ്രസരിപ്പും അതുപോലെ തന്നെ അറിവും അതുപോലെ തന്നെയുള്ള ആ ശാന്തതയും ആ ഭക്തിയും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറയുമ്പോഴാണ് നമ്മുടെ ഉള്ളില് സ്മരണത്തിന്റെ പൂർണ്ണത. നമ്മൾ വിചാരിക്കും ഈ ഗുരു എന്താണ് ഒരു ബ്രഹ്മചാരിയായിരിക്കുന്ന ഗുരുവിനെ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഉണ്ണിക്കണ്ണനെ പോലെ നമ്മളോട് ചേർത്ത് പിടിക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെയൊന്നും അല്ല അല്ലെ? ഇതൊക്കെ സാധിക്കും നമുക്ക്. ഭഗവാൻ അറിവിന്റെ കനിവിന്റെ അലിവിന്റെ ദേവനാണ്. ആ ഗുരുവിലേക്ക് നമ്മൾ എത്രമാത്രം നമ്മുടെ മനസ്സിനെ വെക്കുന്നുവോ അവിടത്തേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കും. സമയം പെട്ടെന്ന് പോവുകയാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ. അടുത്തത് പാദസേവനമാണ്. ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുക. നമുക്കറിയാം ലക്ഷ്മി ദേവി എപ്പോഴും ഇരുന്നിട്ട് എന്താണ് നാരായണന്റെ വിഷ്ണുവിന്റെ പാദങ്ങളെ ഇങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയും അല്ലെ? പാദസേവനം. നമുക്ക് മുൻപിലേക്ക് എത്ര പേരാണ് സ്വാമിത്രിപാദങ്ങളുടെ പാദസേവകരായിട്ട് അവിടുത്തെ ആ മഹനീയമായ ചരിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ ദിവ്യസ്വരൂപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൃപാദ സന്നിധിയിലേക്ക് എത്തുവാൻ ഭാഗ്യം സിദ്ധിച്ചവർ എത്രയോ പേരാണ്. പൂജയും ആരാധനയും ഒക്കെ ആയിട്ട് ഇപ്പൊ നമ്മൾ നടത്തുന്ന ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങളായിക്കൊള്ളട്ടെ, അതുപോലെ ഹോമമന്ത്രങ്ങളായിക്കൊള്ളട്ടെ. ഇപ്പൊ ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ രചിക്കുന്നത് അങ്ങ് വിലക്കുമത്ത് എന്ന് പറയുന്ന ഒരു നായർ തറവാട്ടില് വർക്കലയ്ക്കടുത്ത് തിരുനാവാക്കുളത്തിനടുത്ത് വിലക്കമത്ത് എന്ന് പറയുന്ന ഒരു നായർ തറവാട്ടിൽ ജനിച്ച നാരായണൻ എന്നു പേരോട് കൂടിയ പിന്നീട് സ്വാമിതൃപാദങ്ങളുടെ തിരുസന്നിധിയിൽ എത്താനായിട്ട് ഭാഗ്യം സിദ്ധിച്ച ചൈതന്യ സ്വാമികളായി ഗുരുവിന്റെ ചൈതന്യം നാരായണ ചൈതന്യമായിട്ട് മാറിയ ചൈതന്യ സ്വാമികള് ആ താൻ അറിഞ്ഞ ഗുരുവിന്റെ തിരുസ്വരൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങ് കോഴിക്കോട് ഭജനമഠത്തിൽ ഇരുന്നു കൊണ്ട് രചിച്ചതാണ്. 1916 കാലഘട്ടത്തിൽ രചിച്ചതാണ് ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ എന്ന് നമുക്കറിയാം. ഈ ഗുരു അഷ്ടോത്തര ശതനാമാവലി 108 മന്ത്രങ്ങൾ. ഈ ഓരോ മന്ത്രങ്ങളും ത്രിപാഠ സവിധത്തിലേക്ക് സമർപ്പിക്കുവാൻ നമുക്ക് ഭാഗ്യം സിദ്ധിച്ചത് ആ ചൈതന്യ സ്വാമികളുടെ ഉള്ളിൽ നിന്ന് വന്ന പാദസേവന ഭക്തിയാണ്. ഗുരുപാദ സേവനത്തിലുള്ള അദ്ദേഹത്തിന് ലഭിച്ച കരുണയാണ് ആ ചൈതന്യ സ്വാമികളിൽ നിന്ന് വന്ന ഓരോ മന്ത്രങ്ങളും. അത് സ്വാമി തൃപാദങ്ങളെ ഒരു കസേരയിൽ ഇരുത്തിക്കൊണ്ട് അവിടുത്തെ ഗൃഹസ്ഥ സന്യാസ ശിഷ്യന്മാര് ചേർന്നുകൊണ്ട് സ്വാമി തൃപാദങ്ങളിലേക്ക് മലരുകൾ ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ അത് ഞാനിത് രണ്ടും കൂടി ചേർത്ത് പറയാണ്. പാദസേവനവും അടുത്തത് അർച്ചനവും കൂടിയാണ്. ഈ അർച്ചനമാണ് നമ്മൾ ഇപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗുരുവിന്റെ പാദസേവ ചെയ്യുവാൻ വേണ്ടി ശിവലിംഗദാസ സ്വാമികളെ പോലെ, ബോധാനന്ദ സ്വാമികളെ പോലെ, ചൈതന്യ സ്വാമികളെ പോലെ, ഭൈരവൻ ശാന്തികളെ പോലെ, കുമാരനാശാനെ പോലെ ഇങ്ങനെ നിരവധിയായ ഒരു ഒരു കാന്തത്തിലേക്ക് എപ്രകാരമാണ് ലോഹകഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചാടിപ്പിടിച്ചിങ്ങ് പോരുന്നത്, അപ്രകാരം ഓരോരുത്തരും ഇങ്ങനെ ചേർന്ന് വരികയായിരുന്നു. അവർക്കൊക്കെ ആ തൃപാദങ്ങളുടെ തിരുസ്വരൂപത്തെ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിച്ചെങ്കിൽ നമുക്കറിയാം ആദ്യം തിരുസന്നിധിയിൽ എത്താൻ ഭാഗ്യം സിദ്ധിച്ച ശിവലിംഗദാസ സ്വാമികൾക്ക് തന്റെ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ ഗുരുവിന്റെ ഈ ശരീര സ്വരൂപത്തെയും എന്നാൽ ഗുരുവിന്റെ യഥാർത്ഥമായ സ്വരൂപത്തെയും മണ്ണിലും മിണ്ണിലും നിറഞ്ഞു നിൽക്കുന്ന ഗുരുവിന്റെ സ്വരൂപത്തെയും കാണുവാനുള്ള ഭാഗ്യത്തെ സിദ്ധിച്ചു. നമുക്ക് ഈ പാദസേവനവും അർച്ചനവും, പാദസേവ ചെയ്യുക, അതുപോലെ തന്നെ അർച്ചനം നടത്തുക. പലപ്പോഴും
എന്താണ് ഈ പറഞ്ഞതുപോലെ ആ തൃപ്പാദ സവിധത്തിലേക്ക് എത്തുവാൻ സാധിച്ചവർ ഓരോരുത്തരും. ഇപ്പം ചൈതന്യസ്വാമികൾ അപ്രകാരം ഇത് രചിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ എല്ലാവരും ചേർന്നുകൊണ്ട് ഗുരുവിനെ ആ തൃപ്പാദങ്ങളിലേക്ക് പൂവിട്ട് പൂജിക്കുന്ന ഒരു സംസ്കാരത്തിന് 1917 തുടങ്ങി തുടക്കം കുറിച്ചതാണ്. അത് തന്നെയാണ് ഇന്ന് നമ്മൾ ശിവഗിരിയിലായാലും അതുപോലെ ഗുരുവിന്റെ ഓരോ ക്ഷേത്രങ്ങളിലായാലും നമ്മളുടെ ഓരോ ഭവനങ്ങളിലായാലും ഒക്കെ നമ്മൾ ഇന്ന് തുടർന്നു പോകുന്നത് അഷ്ടോത്തര ശതനാമാവലി എന്ന് പറയുന്ന ആ ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങളിലൂടെയാണ് നമ്മളിത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർച്ചനം ചെയ്യുക, ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിലേക്ക് എന്താണ് വിഗ്രഹത്തിലോ സ്വാമിയുടെ വിഗ്രഹത്തെയൊക്കെ വിശേഷിച്ച് ഗ്രഹിക്കാവുന്ന വിഗ്രഹ സ്വരൂപത്തെയൊക്കെ മനുഷ്യ വിഗ്രഹായ നമഃ എന്ന് പറയുന്ന മന്ത്രത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അല്ലെ. എന്താണ് മനുഷ്യ വിഗ്രഹം എന്നവിടെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നിട്ടുണ്ട്. നമ്മൾ ഓരോ ഗുരുപുഷ്പാഞ്ജലിയുടെ ഓരോ മന്ത്രങ്ങളിലേക്കും കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിന്റെ ആദ്യത്തെ ആ ധ്യാന ശ്ലോകത്തെ നമ്മൾ കേവലം 10-15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് എന്താണ് ചിന്തിച്ച് അവസാനിപ്പിക്കുമ്പോ സ്വാമി 2 ക്ലാസ്സുകളാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് എടുത്തത് അല്ലെ. അതിന്റെ ആ ധ്യാന മന്ത്രത്തെ മാത്രം പറഞ്ഞു തരാനായിട്ട്. അപ്പൊ പറഞ്ഞാലും തീരാത്തൊരു വിഷയമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലായി. ഗുരുവിന്റെ ധ്യാനത്തെ പോലും അതുപോലെ തന്നെ ഓരോ മന്ത്രങ്ങൾ എടുക്കുമ്പോൾ ഓരോ മന്ത്രവും നമുക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ആ മനുഷ്യ വിഗ്രഹായ നമഃ എന്ന് പറയുമ്പോൾ സ്വാമി എത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ മനുഷ്യ വിഗ്രഹത്തെ നമുക്കിവിടെ ലഭിച്ചപ്പോ ആ നമ്മൾ ഇന്നും കേൾക്കും. പലപ്പോഴും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ്. ഗുരുവിനെ നിങ്ങൾ ആരാധിക്കുകയാണോ? ഈ അടുത്ത കാലത്ത് വേറൊരാളാണ് ചോദിച്ചത്. അപ്പം നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ആരോടും പറയാൻ പോയില്ല. വഴക്കുണ്ടാക്ക പണ്ടത്തെ വീരത്തിലേക്കാണ് നമ്മൾ ചോദിക്കുമായിരുന്നത് അല്ലെ. കാരണം അറിവില്ലാത്തവരോട് നമ്മൾ എന്ത് കാണിക്കണം, അനുകമ്പ കാണിക്കണം എന്നാണ് ഇതിന് പഠിപ്പിക്കുന്നത് അല്ലെ. ഇവിടെ നോക്കൂ, 100 വർഷമാകാൻ പോവാണ് സ്വാമി തൃപാദങ്ങളുടെ ഒരു വിഗ്രഹത്തെ ഒരു എന്താണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയില് വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ തുടങ്ങിയിട്ട് 100 വർഷമാകുന്നു. ആ 100 വർഷമായിട്ടും ഇപ്പൊ ചോദിക്കുക നിങ്ങൾ എല്ലാരും കൂടി ഗുരുവിനെ അങ്ങോട്ട് ഒരു ദൈവമാക്കി മാറ്റുവാണോ എന്ന് ഇപ്പൊ ചോദിക്കുന്നവരുണ്ട്. അറിയില്ലാത്തത് കൊണ്ട് സാരമില്ല, ക്ഷമിക്കാം അല്ലെ. അപ്പൊ ഒന്ന് അങ്ങനെയാണ് നോക്കേണ്ടത്. ഇവിടെ ആ 100 വർഷങ്ങൾക്ക് മുമ്പേ പോലെ ജനങ്ങൾ എങ്ങനെ അറിഞ്ഞിരുന്നു? ജീവിച്ചിരുന്നൊരു നാളിൽ ജനം പൂവിട്ടു പൂജിച്ചിരുന്നു, ആക്ഷേപമില്ലതിലാർക്കും ഗുരു സാക്ഷാൽ പരബ്രഹ്മമല്ലോ. ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണെന്ന് തന്നെ അറിഞ്ഞിട്ട് തന്നെയാണ് ജനങ്ങൾ എന്ത് ചെയ്തിരുന്നത്? ഗുരുവിനെ പൂവിട്ട് പൂജിച്ചിരുന്നത്. അവർക്ക് കേവലം ഒരു കൽക്കണ്ടവോ മുന്തിരിയോ ലഭിക്കുമ്പോ അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ മാറ്റുന്ന ഗുരുവിനെ ദൈവം എന്നതിനേക്കാൾ അപ്പുറത്ത് സാക്ഷാൽ പരബ്രഹ്മമാണെന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ടാണ് ജനങ്ങൾ പൂവിട്ട് പൂജിച്ചിരുന്നതെങ്കിൽ അവിടുത്തെ ആ തൃപാദങ്ങളിലേക്ക് അർച്ചനം ചെയ്യുവാൻ ഭാഗ്യം സിദ്ധിച്ച് സുഹൃതികളായ മനുഷ്യരിവിടെ ജീവിച്ചിരുന്നുവെങ്കിൽ, ഇപ്പം ആ തലമുറ തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ജീവിച്ചിരുന്നുവെങ്കിൽ ദാ ഇവിടെ നമുക്ക് അതിനെ തുടരാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് ജന്മനാ തന്നെ ലഭിച്ചവരാണ് നമ്മൾ. ഭഗവാനെ പൂജിക്കാൻ, ഭഗവത് തൃപാദങ്ങളിൽ മലരുകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ജന്മനാ ഒരു ഭാഗ്യം ലഭിച്ചവരാ നമ്മള്. പക്ഷെ ഒന്ന് നോക്കൂ, കേവലം ഇന്നിപ്പം 91 പേര് ഇതിനകത്തുണ്ട്, നമ്മൾ ഉൾപ്പെടെ, എല്ലാവരും ഉൾപ്പെടെ. അപ്പോ ഈ കേവലം 91 പേര് ഇതുപോലെ ഈ സമയത്ത് ചിലപ്പെങ്കിൽ പല ആൾക്കാരും ഇതുപോലെ പ്രാർത്ഥനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്കറിയാം 6 തൊട്ട് 6:30 വരെ ഉള്ള സമയം ഭഗവാന്റെ അവതാര സമയത്ത് നമ്മുടെയൊക്കെ വീടുകളില് വിളക്കുകൾ വെച്ച് വിളക്കുകൾ തെളിയണമെന്നും അത് കുഞ്ഞുങ്ങളെ കൊണ്ട്, പുതിയ തലമുറയെ കൊണ്ട് വെപ്പിക്കണമെന്നും അത് തെളിയിക്കണമെന്നുമുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ കുട്ടി സാധനം 6 തൊട്ട് 6:30 വരെ ആക്കിയത്. ആ കുഞ്ഞുമക്കള് എഴുന്നേറ്റ് വിളക്ക് കൊളുത്തട്ടെ എന്നുള്ള അതിലേക്ക് നമ്മളൊരു തിരിപകരുകയാണ്. നമ്മൾ കേവലം അവരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് തലമുറകളിലേക്ക് നമ്മൾ ഈ അർച്ചനയുടെ പ്രാധാന്യത്തെ അവിടെ കൊടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവരെ എന്താണ് ശിവഗിരിയില് ഈ ഡിസംബർ 25-ാം തീയതി അവർക്ക് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് 2ാമത് നമ്മുടെ കുട്ടി പദയാത്ര നടത്തുന്നതും ശിവഗിരിയിലേക്ക്
കുഞ്ഞു മനസ്സുകളെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമുക്ക് കേവലം ഒരു എന്താണ് ഒരു തീർത്ഥാടനത്തിന്റെ നമ്മൾ സാധാരണ പറയും ഒരു ഓളം എന്നുള്ളതല്ല അവിടെ ഉള്ളത്. മറിച്ച് ആ കുഞ്ഞു മനസ്സുകളിലേക്ക് സ്വാമി തൃപ്പാദങ്ങളെ അങ്ങോട്ട് അവിടെ ആ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുകയാണ്. ഞാൻ എന്റെ 2.5 വയസ്സിൽ പോയെന്ന് കുഞ്ഞുമക്കൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന കുഞ്ഞുമക്കൾക്കൊക്കെ പറയാം. എന്റെ 2.5 വയസ്സില് ശിവഗിരിയിലേക്ക് തീർത്ഥാടകയായിട്ട് പദയാത്രികയായിട്ട് പോയതാണെന്ന് കഴിഞ്ഞ വർഷത്തെ കുഞ്ഞുമക്കൾക്ക് പറയാൻ പറ്റും അല്ലെ? ഇതുപോലെ ഓരോ കുഞ്ഞുമക്കളും ചിന്തിക്കണം, നമ്മളൊക്കെ എന്നാ പോയതെന്ന് നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പൊ ആ കുഞ്ഞുമക്കൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടുമ്പോ ഇനി അവർ മുതിർന്നു വരുമ്പോഴും അവരുടെ മനസ്സിൽ ഉറച്ച ഈ വിഗ്രഹം മാറുകയില്ല. ആ ഉറപ്പിക്കലാണ് നമ്മൾ ഇതുവഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ സാധനയൊക്കെ നടത്തുന്നത്. ഈ സമയത്ത് ഇതൊരു എന്താണ് നമ്മുടെ ഒരു നിത്യമായ ആരാധനാക്രമമായിട്ട് അവരുടെ മനസ്സിൽ ഉറയ്ക്കണം. ചുട്ടയിലെ ശീലം ചുടലവരെ നമ്മൾ പറയും അല്ലെ? ആ ചെറുപ്പത്തിലെ നമ്മളത് കൊടുക്കണം. ഇവിടെ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാൻ, പാദസേവനം ചെയ്യാൻ നമ്മൾ എങ്ങും തേടിപ്പോകേണ്ടതില്ല. നമുക്കിവിടെ ലഭിച്ചു കഴിഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിവിടെ ലഭിച്ചു കഴിഞ്ഞു. അതിനൊരു ഇത്രയും നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇത്രയും ശ്രേഷ്ഠമായ മന്ത്രങ്ങൾ കൊണ്ട് ഭഗവാനെ അർച്ചിക്കാൻ സ്വാമി തൃപ്പാദങ്ങള് ഇവിടെ തിരുശരീരനായിരിക്കുമ്പോൾ തന്നെ നമുക്ക് മന്ത്രങ്ങളെ ലഭിച്ച ഒരു വലിയ സമൂഹമാണ് നമ്മൾ ഏതൊരു ഗുരുക്കന്മാരെ എടുക്കുമ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഏത് ഗുരുവിന് ഇപ്രകാരം ഇവിടെ അത്രയും വലിയ അംഗീകാരം ലഭിച്ചിരുന്നു? ആ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഭാരതത്തിലുണ്ടായിരുന്ന ഏതൊരു ഗുരുവിനാണ് ഇപ്രകാരം ഇതുപോലൊരു അനുഗ്രഹം ലഭിച്ചിരുന്നത്? നമ്മൾ ഇന്ന് ഇപ്പം എല്ലാരും ദൈവമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു ഗുരുവിനെയും എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിക്കുന്നു അല്ലെങ്കിൽ ആദരിക്കുന്നു. എങ്കിലും ഓരോ ഗുരുക്കന്മാരും അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ചാട്ടവാറ് കൊണ്ടടിയേക്കുകയും മുൾക്കിരീടം ചൂടുകയും ചെയ്യേണ്ട ഗുരുക്കന്മാര് ഈ ഭൂമിയിലുണ്ടായിരുന്നു അല്ലെ? പക്ഷെ ഇവിടെ ഗുരുവിനെ ആരും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഗുരു എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കാനോ ഒന്നുമല്ല. മറിച്ച് ഗുരുവിലേക്ക് അറിഞ്ഞ് ഗുരുവിന്റെ വാദിക്കാൻ വന്നവര് പോലും, ഇപ്പൊ സത്യവ്രത സ്വാമികളെയൊക്കെ നമുക്കറിയാം, ഒന്ന് പോയി കണ്ടേക്കാം. എന്തൊരു മാടമ്പി മനസ്സുമായിട്ട് ഇവിടെ ആലുവയില് നമ്മുടെ ബലിതർപ്പണാദികൾ ചെയ്യുന്ന ആലുവ മണപ്പുറത്ത് ചെന്നിട്ട് ഇക്കരയില് ചെന്നൊന്ന് കണ്ടേക്കാം. ഇതാരാണ് ഇത്ര വലിയ കേമനായിട്ടിരിക്കുന്നത്? ഈ കേമന്റെ പിൻബലത്തിൽ ഇവിടെ കുറെ പേര് വരുന്നുണ്ടല്ലോ, എനിക്കൊന്ന് ചെന്ന് കണ്ടേക്കാം എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി വന്ന അദ്ദേഹം കാണുന്ന മാത്രയിൽ തന്നെ മനസ്സ് ആ പാദസേവനത്തിലേക്ക് മാറുകയാണ്. ആ നിമിഷം മുതൽ ആ മനസ്സ് മാറുകയാണ്. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഗുരു സന്നിധി കൊണ്ട് അല്ലെ ദുഷ്ട മൃഗങ്ങളും സേവകരാകുന്ന ഒരു അനുഭവം. അപ്പൊ എവിടെയാ നമ്മൾ പറയാതിരിക്കുക? എങ്ങനെയാ നമ്മൾ ഗുരുവിനെ അറിയാതിരിക്കുക അല്ലെങ്കിൽ ഗുരുവിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക? ഗുരുവിന്റെ ഭഗവാന്റെ തിരുസന്നിധി കൊണ്ട് ഈ ഘോര വനങ്ങളൊക്കെ മലർവാടിയാകുന്ന, ദുഷ്ടമൃഗങ്ങളൊക്കെ ദേവരാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വന്ന അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ പരിവർത്തനമാണ് നമുക്ക് സത്യവ്രത സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമിയിലേക്ക് ഉള്ള ഒരു ഗുരുവിന്റെ ശിഷ്യനിലേക്കുള്ള മാറ്റം. ബോധാനന്ദ സ്വാമികള് എപ്രകാരമാണ് തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്? ഇത് ശരിയല്ല, വിഗ്രഹങ്ങൾ വേണ്ട അല്ലെ, വിഗ്രഹങ്ങളാണ് പ്രശ്നം എന്ന് പറയുവാനായിട്ട് വന്ന അദ്ദേഹം എന്തായി മാറി? ആ ഗുരുവിന്റെ സന്നിധിയിൽ എത്തിയ മാത്രേണ തനിക്ക് എന്താണോ ഇതുവരെ ഉണ്ടായിരുന്ന ചിന്ത, താൻ എത്രമാത്രമാണ് പ്രവർത്തിച്ചിരുന്നത്, എന്നാൽ അതിലൊക്കെ മാറിക്കൊണ്ട് ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിക്കാനും ഗുരുവിലേക്ക് ചേർന്ന് നിൽക്കാനുമുള്ള ഒരാഗ്രഹം തനിയെ തന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് ബോധാനന്ദ സ്വാമി അറിയുന്നു. അപ്പൊ എത്രമാത്രം മാറ്റമാണ് ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ഗുരു വരുത്തുന്നത്, എത്ര സ്വാധീനമാണ് ഗുരു ചെലുത്തുന്നതെന്ന് നോക്കണം. അപ്പൊ നമ്മുടെ ഹൃദയത്തില് നമുക്ക് അത്രമാത്രം എല്ലാവരുടെയും ഹൃദയത്തിൽ അല്ലെങ്കിൽ ഉള്ളിലൊരു രത്നാകരനുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളില് നിരവധിയായ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷെ ആ തെറ്റുകളെയൊക്കെ മാറ്റാനായിട്ട് ഗുരുവിന്റെ ഒരു കടാക്ഷം മതി നമ്മുടെ അകത്തെയൊക്കെ മാറ്റാൻ എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലെ? ആ ഒരു കടാക്ഷം ഉണ്ടെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഉള്ളിൽ പരിവർത്തനം തനിയെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ഇന്നലെയും നമ്മൾ കുട്ടികളോട് പറഞ്ഞതാണ്, ആ ആലുവയിലെ തോട്ടുവായിലുള്ള ആ എന്താണ് ഒരു ക്ഷുരകൻ, കൊലപാതകിയിൽ നിന്ന് ഒരു വലിയ ഗുരുഭക്തനിലേക്കുള്ള ഒരു യാത്ര. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ ഇത്രമാത്രം പരിവർത്തനം ചെയ്യുവാൻ ഗുരുവിന്റെ തിരുസന്നിധിക്ക് കഴിയുമെങ്കിൽ ആ ഭഗവാന്റെ പാദസേവനമാണ് നമ്മുടെ കർമ്മമായിട്ട് നമ്മൾ മാറ്റേണ്ടത്. എങ്ങനെയൊക്കെ ചെയ്യും? നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ നമുക്കത് ചെയ്യാം. ക്ഷേത്രകാര്യം നമുക്കറിയാം, ഈ ലോകത്ത് ഇത്രമാത്രം ക്ഷേത്രങ്ങളുള്ള മുക്കിന് എന്ന് പറയുന്നത് പോലെ ഗുരുക്ഷേത്രങ്ങളുള്ള മറ്റേതെങ്കിലും ഒരു ഗുരു ഉണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്കിവിടെ ബുദ്ധനും അല്ലെ ഒക്കെ നമ്മുടെ ഇവിടെ കടന്നു പോയവരാണ്. ഇതുപോലൊരു ഗുരുവിന്റെ ക്ഷേത്രങ്ങൾ ഈ ഇന്ത്യ മുഴുവൻ ഉണ്ടാകുമോ? കേരളത്തിൽ മുഴുവൻ ഇത്രമാത്രം ക്ഷേത്രങ്ങളുള്ള മറ്റൊരു ഗുരു ഉണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കണം. അപ്പൊ ഇപ്രകാരമുള്ള ക്ഷേത്രങ്ങളെയൊക്കെ, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ക്ഷേത്രങ്ങളുടെ ഒക്കെ പരിപാലനവും ശിവഗിരിയുടെ സേവനവും അതുപോലെ തന്നെ ഈ സംഘടനാ പ്രവർത്തനവും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഗുരുവിലുള്ള പാദസേവനം തന്നെയാണ്. ഗുരുവിനെ പാദസേവ ചെയ്യൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഗുരു പറഞ്ഞിരിക്കുന്ന വാക്കുകളെ, ഗുരുവാണികളെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ പാദസേവനത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് മാത്രം ചെയ്യുക എന്നുള്ളതല്ല. ഗുരു എന്താണോ, എത്ര അനുകമ്പ നമ്മളോട് കാണിച്ചുവോ ആ അനുകമ്പ നമ്മൾ 10 പേരിലേക്ക് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ദിവസം ആർ ശങ്കറിനെ അനുസ്മരിച്ചപ്പോ ഗുരുപ്രകാശ സ്വാമി വ്യക്തമായിട്ട് പറയണ്ടായി അല്ലേ, ചിറ്റപ്പനാണ് സഹായിക്കുന്നത്. പഠിക്കാനായിട്ട് വഴിയില്ലാതെ നിൽക്കുമ്പോ ചിറ്റപ്പനെ ചെന്ന് കണ്ട് വേണ്ടവണ്ണം തന്റെ കാര്യങ്ങൾ പറയാനുള്ള ഒരു സിദ്ധി, ഒരു നല്ല പ്രാപ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ചിറ്റപ്പൻ പറയുന്നു, തുടർന്ന് പഠിച്ചോളൂ. എത്രമാത്രം പഠിക്കണമെന്ന് തോന്നുന്നുവോ അത്രമാത്രം പഠിച്ചോളൂ. ആ ചിറ്റപ്പൻ നൽകിയ ഒരു സപ്പോർട്ട് പിന്നീട് നമ്മൾ കാണുന്നു. ഈ കേരളത്തില് ഈ ഉൾഗ്രാമങ്ങളിൽ പോലും കലാലയങ്ങൾ എന്ന് പറയുന്ന ഇന്നും നമുക്ക് അഭിമാനമായിട്ട് നിൽക്കാവുന്ന പല കലാശാലകളും ഉണ്ടാകുന്നതിന് പിന്നില് ആ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്നും ആർ ശങ്കറിനെ പോലും നമ്മൾ തിരിച്ചറിയുന്നില്ല അല്ലെ. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ആ ശിവഗിരി സ്കൂളില് പ്രഥമ അധ്യാപകൻ, കേവലം ഒരു അധ്യാപകനായിട്ട് വരാൻ സാധിച്ച ആർ ശങ്കറിനെ പ്രഥമ അധ്യാപകനായിട്ട് അവിടെ നിയമനം കൊടുത്തുവെങ്കിൽ ആ പ്രഥമ അധ്യാപകൻ അന്നത്തെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നല്ലൊരു പരിശീലനം അവിടെ കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ, പഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെങ്കിൽ, വീണ്ടും കലാശാലകൾ ഈ കേരളത്തിൽ ഉണ്ടായുവെങ്കിൽ എന്ന് നോക്കണം. ആ തിരുസന്നിധിയിലേക്ക് എത്തിയത് കൊണ്ട് മാത്രമാണ്. അപ്പൊ നമ്മളൊരു കാര്യം മറ്റൊരാളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ ഏറെ സമൂഹത്തിന് അതുപോലെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. വളരെ ത്യാഗിയായിട്ട്, ഒന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഒന്നും എടുക്കാതെ, ഒന്നും സ്വന്തം മക്കളെ പോലും പഠിപ്പിക്കാനായിട്ട് ആ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് ഒന്നും സ്വീകരിക്കാതെ ഭാര്യ പശുവിനെ വളർത്തിയതും അവര് ചെയ്ത പ്രവർത്തനങ്ങളിലൂടെ മക്കളെ മുന്നോട്ട് നയിക്കുകയൊക്കെ ചെയ്ത ഒരു ആർ ശങ്കറെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ അത്രയും ത്യാഗത്തോടെ നമ്മൾ അതുകൊണ്ടാണ് ധനം വിദ്യയാകും അല്ലെ, വിദ്യ ഈ സാമൂഹ്യ സേവനത്തിലേക്ക് മാറണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ഗുരു നൽകിയിട്ടുണ്ടോ അതൊക്കെ മറ്റുള്ളവർക്ക് കൂടി നമുക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഗുരുഭക്തിക്ക്, ഗുരുവിന്റെ പാദസേവനത്തിന്, ഗുരുവിന്റെ അർച്ചനത്തിന് കാര്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഇരുന്നു കൊണ്ട് കേവലം ഞാൻ അറിഞ്ഞതൊക്കെ എനിക്ക്, അത് ഞാൻ വീട്ടിലിരുന്ന് നന്നായിട്ട് ഗുരുവിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഗുരുവിന് വേണ്ടി കർമ്മം ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളവരാരും അല്ല സ്മൈലുള്ളതെന്ന് അറിയാം. എങ്കിലും നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെ ചെയ്തുകൊണ്ട് അത് കൃപണൻ അധോമുഖനായി ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ ആകുള്ളൂ. കൃപണത വിട്ട് കൃപാലുവാകണമെങ്കിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങളെ 10 പേരിലേക്ക് എത്തിക്കാനും നമുക്ക് നൽകിയിരിക്കുന്ന ഗുരുവിന്റെ അനുഗ്രഹങ്ങളെ അതേപോലെ തന്നെ അതേ മനസ്സോടുകൂടി മറ്റുള്ളവരിലേക്ക് നമ്മൾ പകരുമ്പോൾ മാത്രമേ നമ്മൾ ആകരാകുള്ളൂ. കൃപണനെ വിട്ടിട്ട് കൃപാലു എന്നുള്ളൊരു പദത്തിലേക്ക് നമ്മൾ ഉയരുകയുള്ളൂ. അപ്പൊ മാത്രമേ നമ്മൾ ഈ പറയുന്ന സ്മരണവും പാദസേവനവും അർച്ചനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഗുരുവിന്റെ അനുഗ്രഹമായിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ.
അപ്പൊ നമ്മൾ ഇനി അടുത്തത് പെട്ടെന്ന് പറഞ്ഞു വിട്ടേക്കാം. അടുത്തത് വന്ദനാണ് അല്ലെ. അപ്പൊ ഇവിടെ വന്ദനത്തില് നമ്മൾ കാണുന്നുണ്ട്, അർച്ചനത്തില് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹോമമന്ത്രമൊക്കെ നമ്മള് ഹോമമന്ത്രത്തിന്റെയൊക്കെ ഒരു നമ്മൾക്ക് ഇനി അടുത്ത ഒരു പുസ്തകം കൂടി വരികയാണ്. നിങ്ങൾ എല്ലാവരും ചോദിച്ചതുപോലെ നമ്മുടെ പുസ്തകം കുട്ടി തീർത്ഥാടനത്തിന് മുമ്പ് എത്തും. അതിന്റെ പ്രൂഫ് റീഡിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി അതിനെ വീണ്ടും എടുത്തിട്ട് അവിടെ നിന്ന് പ്രസ്സിൽ നിന്ന് തന്നെ ഒന്നുകൂടെ എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെയും പ്രൂഫ് റീഡിങ് നടക്കുകയാണ്. കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഈ എന്താ ഭായൊക്കെ വരാനായിട്ട് ചില ചില അത് ചില സാങ്കേതികതകളാണ്. ചില വേർഷൻസ് മാറുമ്പോൾ വരില്ല. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ അതിനെ വീണ്ടും പ്രൂഫ് റീഡിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഹോമമന്ത്രത്തെ നമുക്ക് ഹോമം എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. ഇത്രയും വലിയ ആർക്കാണ് ഇതിനൊക്കെ ഒരു അനുഗ്രഹം കിട്ടിയിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്ക്. ഇതുപോലെ ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ചൊല്ലാനായിട്ട്, ഇതുപോലെ ഹോമമന്ത്രം ചെയ്യാനായിട്ട്, ഹോമമന്ത്രം ഉപയോഗിച്ച് ഹോമം ചെയ്യാൻ ആർക്കാണ് ഇതിനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത്? നമുക്ക് മാത്രമേ കിട്ടിയത് അല്ലെ. അതിന് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഹോമമന്ത്രത്തെ കുറിച്ച് കേൾക്കാത്തവർ പോലും നമ്മുടെ ഈ കേരളത്തിൽ ഇന്നും ഉണ്ട്. എന്താണ് ഈ ഹോമമന്ത്രം എന്ന് കേൾക്കാത്തവർ പോലും നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അതൊക്കെ മാറ്റിയിട്ട് അതൊക്കെ കൂടുതൽ പ്രചരിപ്പിക്കാനും നമ്മളുടെ തന്നെ ഒരു സാധനയായിട്ട് അതൊക്കെ മാറാനും നമുക്ക് സാധിക്കട്ടെ. അടുത്തത് വന്ദനാണ്. നമുക്കറിയാം, അക്രൂരർ എന്ന് പറയുന്ന ഒരു ഭക്തനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ശ്രീകൃഷ്ണന്റെ കഥയിൽ അക്രൂരരുണ്ട്. അപ്പം ഈ ബലരാമനും ശ്രീകൃഷ്ണനും ഒക്കെ പോകുമ്പോ അവരുടെ പാദധൂളികളെ പോലും നമസ്കരിക്കുന്ന ഒരു ഭക്തനാണ് അക്രൂരൻ. വന്ദിക്കുക, നമസ്കരിക്കുക അല്ലെ. അത്രയ്ക്കും ഭയങ്കര സ്നേഹം. ഇവിടെ ഇന്നും നമ്മൾ സ്വാമിയൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, മധുരയിലൊക്കെ ചെല്ലുമ്പോ ഈ ഭഗവാന്റെ പാദധൂളിയാണ് എന്ന് വിചാരിച്ചിട്ട് പശുക്കളൊക്കെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങളെ നമസ്കരിക്കുന്നവരാണ് മധുരവാസികളെന്ന്. അപ്പൊ ഇപ്പൊ റീതാറാൻ ടീച്ചർ പോയിട്ട് വന്നപ്പോഴും പറഞ്ഞിരുന്നു. അപ്പൊ ഇത്രയ്ക്കും ഭക്തിയോടുകൂടി ഇത്രയും വർഷം 5000 ഏറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പാദധൂളികളെ നമസ്കരിക്കുന്ന ഒരു സമൂഹത്തെ, ഒരു ഭാരതത്തിലെ ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നോക്കൂ, ഭഗവാനെ വന്ദിക്കുക, ഭഗവാനെയും ഭഗവത് ഭക്തന്മാരെയും ആദരവോട് നമസ്കരിക്കുക. ഇവിടെ ഇപ്രകാരം ഗുരുവിനെ നമസ്കരിക്കാനും ഗുരുവിലേക്ക് അല്ലെങ്കിൽ ഗുരുവിന്റെ ശിഷ്യന്മാരെ നമസ്കരിക്കാനും വന്ദിക്കാനും ഒക്കെയുള്ള ചിന്ത നമ്മള് യസ്യനഃ കൽപ്പതേ സിദ്ധി പാദാംബുജ രജോലവഹ അല്ലെ നമ്മൾ ചൊല്ലാറുണ്ട്. ഏതൊരു തൃപാദങ്ങളുടെ ഏതൊരു പുണ്യപുരുഷന്റെ തൃപാദ കമലങ്ങളിലെ ആ പതിഞ്ഞ ഭൂമിയിൽ ഒരു ചെറിയ കണിക, ആ തൃപാദങ്ങളുടെ തൃപാദങ്ങളിൽ പറ്റിപ്പിടിച്ച ഒരു ഭൂമിയുടെ ആ എന്താണ് ഒരു തരി മണലിന്റെ ഒരു കണിക, ഒരു ചെറിയ കണിക, അത് മതി എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, എന്റെ ജീവിതത്തെ സമസ്ത ദുരിതങ്ങളും തീർത്തുകൊണ്ട് ആ ഭഗവത് പ്രാപ്തിയിലേക്ക് പ്രാപിക്കാൻ അത് മതി എന്ന് എന്താണ് ശിവലിംഗദാസ സ്വാമികൾ അത് കണ്ടറിഞ്ഞിട്ടാ പറയുന്നത്. ആ ചെറിയ കണിക മതി എന്റെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ അല്ലെ. അതുകൊണ്ടല്ലേ നമ്മൾ ഇപ്പോഴും ഭഗവാന്റെ തൃപാദങ്ങൾ പതിഞ്ഞ ഭൂമിയെ പുണ്യഭൂമികൾ എന്നാ പറയാ. ഓരോ ക്ഷേത്രങ്ങളും പുണ്യക്ഷേത്രങ്ങളാകുന്നത്, ഓരോ സ്ഥലങ്ങളും തൃപാദങ്ങൾ പതിഞ്ഞ ആ ഭൂമി. നമ്മൾ ശിവഗിരിയിൽ ചെല്ലുമ്പോ എങ്ങും എഴുതി വെച്ചിട്ടില്ല വൃത്തിയാക്കണമെന്നോ അവിടെ തുപ്പരുതെന്നോ ഇവിടെ മൂത്രം ഒഴിക്കരുതെന്നോ ഒന്നും കാണാനില്ല അല്ലെ. പക്ഷെ നമ്മൾ ഇതൊന്നും ഒരിക്കലും ചെയ്യില്ല. കാരണം നമുക്ക് നല്ല ബോധ്യമുണ്ട് ഈ തൃപ്പാദങ്ങൾ പതിഞ്ഞ മണ്ണാണിത്. അതുകൊണ്ടാണല്ലോ ചെരുപ്പ് പോലും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്തത്. ആ കുന്നിലൂടെ ചെരുപ്പിടാതെ നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ എനർജി മുഴുവൻ നമുക്ക് കിട്ടണം. കാരണം ഇതെന്താണ്? തൃപ്പാദങ്ങൾ പതിഞ്ഞ മണ്ണാണ്. ഇതുപോലെ എത്രയോ സ്ഥലങ്ങളാണ് നമുക്കുണ്ടാവുക. അതൊക്കെ നമ്മൾ തിരിച്ചറിയാനും അത് വേണ്ടവണ്ണം ഓരോ ഗുരുവിന്റെ ശിഷ്യന്മാരെയും നമസ്കരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതാണ് വന്ദനം. പിന്നെ അടുത്തത് ദാസ്യമാണ്. ദാസ്യം, ഭഗവാന്റെ ദാസനായിട്ട് ഇരിക്കുക അല്ലെ. നമ്മള് രാമന്റെ ദാസനായ ഹനുമാനെ അറിയാം. ഹനുമാന്റെ ഹൃദയം തുറന്നു കാണിച്ചാൽ അവിടെയും ഇടിക്കുന്ന ഹൃദയം എന്താണ് രാമനാണെന്ന് പറയും. അതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മള് ഭഗവാന് ഒരു എന്താണ് ആ സിംഹാസനം കൊടുക്കണം. ഭഗവാന്റെ സിംഹാസനത്തില്, ആ ഹൃദയ സിംഹാസനത്തില് നമുക്കൊരു സ്ഥാനം വേണം. നമ്മള് ഭഗവാന്റെ ഹൃദയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിരന്തര സ്മരണയോടുകൂടി നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭഗവാൻ എപ്രകാരമാണ് നമ്മളെ കൈവിടാൻ സാധിക്കുക? നമ്മളെ എങ്ങനെയാണ് തിരു ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാതിരിക്കാൻ സാധിക്കുക അല്ലെ.
ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ പിന്നെ വേറൊന്നും നേടേണ്ടതായിട്ടില്ല. അപ്പൊ ഭഗവാന്റെ ദാസ്യഭാവത്തോടു കൂടി വിനീത ഭക്തനായിട്ട് കേൾക്കുക, അല്ലെ? ഭഗവാൻ അണിനിരത്തിയ വലിയ സേനകൾ, പടനായകൻ പോയി വിലപിക്കുന്നല്ലോ എന്നൊക്കെ നമ്മള് എന്താണ് സമാധിഗാനം ചൊല്ലുമ്പോ കേട്ടിട്ടുണ്ട്. വലിയ സേനകളെയാണ് അവിടെ നിന്ന് അണിനിരത്തിയതെന്ന്. വലിയ സേനകൾ. സ്വാമി തൃപ്പാദങ്ങളിലേക്ക് വന്നവര് പണ്ഡിതര് മാത്രമല്ല, പാമരരുണ്ടായിരുന്നു, ഭക്തന്മാര് മാത്രമല്ല, നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു. പലരും ഓരോരുത്തരും തൃപ്പാദ സവിധത്തിലേക്ക് എത്തുകയുണ്ടായി. അപ്പൊ ആ സവിധത്തിലേക്ക് വന്നവരെയൊക്കെ ഭഗവാൻ എന്ത് ചെയ്തിരുന്നു? അവിടുത്തെ ചേർത്ത് നിർത്തിയിരുന്നു. ഓരോരുത്തരും ഭഗവാനിലേക്ക്, ദാസ്യ രൂപത്തിലേക്ക് ഭഗവത് കർമ്മങ്ങൾ ചെയ്തിരുന്നു. ഇപ്പൊ നമ്മളും ചെയ്യുന്നത് അത് തന്നെയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഭഗവാനോടുള്ള ആ ഏറ്റവും വലിയ പരമാത്മാവിനോടുള്ള, അവിടെ നിന്നാണ് തമ്പുരാൻ, ആ തമ്പുരാനിലേക്കുള്ള കടമകളാണ്. നമുക്കിത് ഓരോ കൃതിയും കൂടി വെച്ചിട്ട് വേണം പറയാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ സമയത്തിന്റെയും ഒക്കെ എന്താണ് ദൗർലഭ്യം മൂലം നമ്മൾ അതിനെ ഒഴിവാക്കിയതാണ് കേട്ടോ. ഇനി അടുത്തത് സഖ്യമാണ്. ഭഗവാൻ ഒരു ഉറ്റ സുഹൃത്തായി കാണുന്നത്, എല്ലാ രഹസ്യങ്ങളും പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത്. നമ്മൾ ഓർത്ത് നോക്കൂ, ഭഗവാന് മാറ്റിവെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ എത്ര രഹസ്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും നടക്കുമോ? നമുക്കറിയാം, പണ്ടൊരു ഒരു 2 മാമ്പഴം കൊടുത്തിട്ട് ഇത് ആരും കാണാതെ കഴിച്ചോളാനായിട്ട് ഗുരു 2 ശിഷ്യന്മാരോട് പറഞ്ഞു. ഒരു ശിഷ്യൻ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് അപ്പുറേ പോയി ഒളിച്ചിരുന്നിട്ട് കഴിച്ചിട്ട് വന്നു. ഒരു ശിഷ്യൻ എന്ത് ചെയ്തിട്ട് വൈകുന്നേരമായിട്ടും അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്നില്ല, തിരിച്ചു വന്നു. അപ്പൊ മറ്റേ ആള് വളരെ അയ്യേ, ഇവന് ഇതുവരെ ഒരു സ്ഥലവും കിട്ടിയില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് കളിയാക്കുന്ന രീതിയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഗുരു ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇത് കഴിക്കാതെ വന്നത്? അപ്പോൾ ആ ശിഷ്യൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഗുരു, എനിക്ക് ഈശ്വരനെ മാറ്റി നിർത്തിക്കൊണ്ട് എവിടെ പോയിരുന്നാലും അവിടെയെല്ലാം ഈശ്വരനുണ്ട്. അപ്പൊ ആരും കാണാതെ എനിക്കിത് കഴിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്താലും അവിടെ ആരുണ്ട്? ഈശ്വരനുണ്ട്, അല്ലെ? നമ്മൾ എത്ര വലിയ പേഴ്സണൽ റൂമാണ്, പേഴ്സണൽ സ്റ്റ്യൂട്ടാണ് എന്ന് വിചാരിച്ചാലും അവിടെ ആരുണ്ട്? ഈശ്വരനുണ്ട്. ഈശ്വരനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സഖാവ് ആരാണ്? ഗുരുവായിരിക്കണം. ഗുരുവിനോ നമ്മുടെ സുഹൃത്തായി. നമുക്ക് പേടിയാണ്, പലപ്പോഴും നമ്മളിങ്ങനെ പേടിപ്പിച്ച് വെച്ചേക്കാം. ഈ ഗുരുവിനോട് അങ്ങനെ പറയാമോ? ഗുരുവിനോട് ഇങ്ങനെ ചെയ്യാമോ? ഗുരുവിനോട് അപ്രകാരം നമ്മൾ ഗുരുവിനെ കാണാവോ? അല്ല, ഗുരു ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം, അല്ലെ? അർജുനൻ ഹേ സഖാ എന്ന് വിചാരിച്ചിട്ട് കൃഷ്ണന്റെ കയ്യെ പിടിച്ച് കിടക്കുമ്പോഴും ഇത്രയും വലിയൊരു ശ്രീകൃഷ്ണ പരമാത്മാവാണ്, എന്താണ് ലോക ഗുരുവാണ് എന്നറിയാതെ ആയിരുന്നു അതെല്ലാം ചെയ്തിരുന്നതെങ്കിലും ഇവിടെ ഗുരുവിനെ നമ്മുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ഒരു രഹസ്യങ്ങളും ഇല്ലാതെ ഏറ്റവും ഉറ്റ സുഹൃത്തിനോട് നമുക്ക് പറയുവാനുള്ള, നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ഏറ്റവും നല്ല സുഹൃത്ത് ഗുരുവാകുമ്പോൾ അവർക്ക് വേറെ ലഹരികളിലേക്കൊന്നും പോകേണ്ടതില്ല. ഗുരുവാകുന്ന ലഹരിയിൽ അവർക്ക് നിലനിൽക്കാൻ സാധിക്കും. അവസാനത്തത് ആത്മനിവേദനമാണ്. ഭക്തൻ തന്റെ സർവസ്വവും ഭഗവാന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട് വാടാനപ്പള്ളിയില് എന്താണ് നമ്മുടെ വൈക്കാട്ടിൽ ശങ്കരന്റെ ഭവനം കടലെടുത്തുകൊണ്ട് പോകുന്ന മാത്രയില് അവിടേക്ക് ആ വീടിനും കടലിനും ഇടയ്ക്ക് ഇന്ന് പോയി കിടക്കുവാനായിട്ട് ഭഗവാൻ കൽപ്പിക്കുന്നത് ബോധാനന്ദ സ്വാമികളോടാണ്. അവിടെ ചെല്ലുമ്പോ ബോധാനന്ദ സ്വാമികളോട് എല്ലാരും വിലക്കും, എന്ത് വിഡിത്താ കാണിക്കുന്നത്, അങ്ങനെ കാണിക്കരുത്. കാരണം ഇവിടെ ഇന്ന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് താങ്കളെ 3 ദിവസം കഴിഞ്ഞ് കടൽ കൊണ്ടുതരും. കാരണം കടൽ അത് എടുത്തോണ്ട് പോകും. 3 ദിവസം കഴിഞ്ഞ് താങ്കളുടെ ജഡമായിരിക്കും കിട്ടുക. അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് പലരും ഓർമ്മിപ്പിച്ചു. പക്ഷെ ബോധാനന്ദ സ്വാമിക്ക് തെല്ലും ഭയം ഉണ്ടായിരുന്നില്ല. ബോധാനന്ദ സ്വാമിക്ക് തന്റെ ജീവനെയോ ഈ ശരീരത്തെക്കുറിച്ചോ ചിന്തയും ഉണ്ടായിരുന്നില്ല. കാരണം അപ്പോൾ ഉണ്ടായിരുന്നത് സ്വാമി തൃപ്പാദങ്ങളുടെ കൽപ്പന മാത്രമായിരുന്നു. തന്റെ സർവസ്വവും ഭഗവാനിലേക്ക് സമർപ്പിച്ച ആളാണ് ബോധാനന്ദ സ്വാമികൾ. അതുകൊണ്ട് തന്നെ ബോധാനന്ദ സ്വാമികൾക്ക് അവിടെ മറ്റൊരു ചിന്തയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. സകലത്ത് സമർപ്പിക്കുക, ആത്മനിവേദനം, തന്നെ സമർപ്പിക്കുക. അവിടെ തന്റെ ശരീരത്തെക്കുറിച്ചോ തന്റെ ജീവനെക്കുറിച്ചോ ചിന്തിച്ചില്ല. മറിച്ച് സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞതിനെ അക്ഷരം പ്രതി അനുസരിച്ചു. ഭഗവാനിൽ അത്രയ്ക്ക് ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ സമർപ്പിക്കുന്നതിനെയാണ് ആത്മനിവേദനം എന്ന് പറയും.
അപ്പോ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിത ചിത്തനായി പിന്നീടും നമ്മൾ കാണുന്നുണ്ട് ബോധാനന്ദ സ്വാമികൾക്ക് സ്വാമി തൃപ്പാദങ്ങളുടെ ഈ കളേബരമില്ലാത്ത ഈ ഭൂമിയിൽ ജീവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തൃപ്പാദങ്ങളിലേക്ക് തന്നെ ചേരുന്ന ബോധാനന്ദ സ്വാമിയെ നമ്മൾ കാണുന്നുണ്ട്. സ്വാമി തൃപ്പാദങ്ങളുടെ മഹാസമാധിക്ക് ശേഷം മൂന്നാമത്തെ ദിവസം ആ തൃപ്പാദങ്ങളിലേക്ക് തന്നെ ചേരുകയാണ് ബോധാനന്ദ സ്വാമി. അപ്രകാരം ആത്മനിവേദനം, തന്റെ സർവസ്വവും തൃപ്പാദങ്ങൾക്ക് സമർപ്പിക്കുക. നമുക്കറിയാം ഇന്നും വളരെ വലിയ ബിസിനസ്സുകാരൊക്കെ തങ്ങൾക്ക് 2 ഷെയറുകളാണ്, ഒന്ന് അവരവരുടേതും ഒന്ന് ഗുരുവിന്റെ ഷെയറും. അങ്ങനെ ആ ഗുരുവിന്റെ ഷെയർ കൃത്യമായിട്ട് ഗുരുവിന് നൽകുന്ന ഒത്തിരി ബിസിനസ്സുകാരുണ്ട്. അവരൊക്കെ വളരെ അഭിവൃദ്ധിയിലുമാണ് ജീവിക്കുന്നത്. നമുക്ക് എപ്രകാരം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും? ഗുരുവിനായിട്ടൊന്ന്, അല്ലെ? അത് വെച്ചിട്ട് ഗുരു പറഞ്ഞിരിക്കുന്ന നല്ല കാര്യങ്ങളെ ഈ സമൂഹത്തിന് ചെയ്യുക. അപ്രകാരമുള്ളവരും ഈ ഭൂമിയിലുണ്ട്. അവരൊക്കെ വളരെ അഭിവൃദ്ധിയിൽ ജീവിക്കുന്നുമുണ്ട്. അപ്പൊ ആത്മനിവേദനം, അപ്പോ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. 1 ശ്രവണം, 2 കീർത്തനം, 3 സ്മരണം, 4 പാദസേവനം, 5 അർച്ചനം, 6 വന്ദനം, 7 ദാസ്യം, 8 സഖ്യം, 9 ആത്മനിവേദനം. ഈ നവവിധ ഭക്തിഭാവത്തിലൂടെ ഭക്തിയോഗത്തെ ലളിതവും പ്രാപ്തവുമാക്കുന്ന ഈ നവതാ ഭക്തിയിലൂടെ നമുക്ക് ഏത് മാർഗം വേണമെങ്കിലും ഗുരുവിലേക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ പലതും കൂട്ടിയോജിപ്പിക്കാം. ഈ വഴികളിലൂടെ ഭഗവാനോട് മാനസികമായും വൈകാരികമായിട്ടും അടുക്കുവാനും നമുക്ക് ആത്യന്തികമായിട്ട് മോക്ഷം നേടാനും സാധിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. അപ്പൊ ഒരു ഭക്തന് ഭഗവാനുമായി ബന്ധം സ്ഥാപിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഈ നവതാ ഭക്തിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ ചിന്തിക്കുവാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചത്. ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കൊച്ചുവാക്കുകളെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തമാനസത്തില് ഭഗവാൻ തന്നെ ആ സിംഹാസനം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ, തൃപ്പാദം ചെയ്യും. താങ്ക് യു. നമസ്തേ തൃപ്പാദയും. ടീച്ചർ ഇത്രയും വ്യക്തമായിട്ട് നല്ല